ഓം ശാന്തി. പ്രഭാത മുരളി 20/4. मीठे बच्चे, जो खुशी तुझको मिली थी वह सबको देनी थी. तुम्हें सुख शांति बांटने का धंधा करना. ബാബ പഠിപ്പിക്കുകയാണ്, മധുരമായ കുട്ടികളെ, എന്ത് സന്തോഷമാണോ തനിക്ക് ലഭിച്ചത്, അത് എല്ലാവർക്കും കൊടുക്കണം. നിങ്ങൾ സുഖവും ശാന്തിയും പങ്കിട്ട് കൊടുക്കുന്ന ജോലി ചെയ്യും. ബാബ പറയുകയാണ്, ബാബയിൽ നിന്നും നമുക്ക് ജ്ഞാനത്തിലൂടെ എന്ത് സന്തോഷമാണോ ലഭിച്ചത് അത് നമ്മളെല്ലാവർക്കും കൊടുക്കണം. നമ്മുടെ ജോലി തന്നെ ഇതാണ്, സുഖവും ശാന്തിയും പങ്കിട്ടു കൊടുക്കണം. ചോദ്യം: तुम बच्चों को इस बेहद ड्रामा की हर सीन बहुत ही पसंद है तो? കുട്ടികൾക്ക് ഈ പരിധിയില്ലാത്ത ഡ്രാമയിലെ ഓരോ സീനുകളും വളരെയധികം ഇഷ്ടമാണ്. കുട്ടികൾക്ക് പരിധിയില്ലാത്ത ഈ ഡ്രാമയിലെ ഓരോ സീനുകളും വളരെയധികം ഇഷ്ടമാണ്. എന്തുകൊണ്ട്? കുട്ടികൾക്ക് ഇഷ്ടമാണ് എന്ന് ബാബ പറയും. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ശരിയാവും. ഇഷ്ടമാണെന്ന് ബാബ തന്നെ പറയും. അത് എന്തുകൊണ്ടാണെന്നാണ് ബാബ ചോദിക്കുന്നത്. നമുക്ക് ഡ്രാമ ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ എന്തോ അനിഷ്ടങ്ങൾ സംഭവിക്കുന്ന സമയത്താണല്ലോ നമ്മളത് ഇഷ്ടമാക്കേണ്ടത്. സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സന്തോഷമാണെന്ന് പറയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ സന്തോഷമായിട്ടിരിക്കണമെന്ന് പറയേണ്ട കാര്യം. ദുഃഖിക്കരുത് എന്ന് പറയുന്നത് ദുഃഖമുള്ളൊരു സമയത്താണ്. അപ്പൊ ബാബ പറയാണ്, ഈ ഡ്രാമയിൽ ഇപ്പൊ വളരെയധികം ദുഃഖത്തിന്റെ സീനുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമായിരിക്കണം. എന്തുകൊണ്ട്? ക്യോങ്കി സ്വയം ക്രിയേറ്റർക്കോ യഹ് ഡ്രാമ പസന്ത് ഹെ. എന്തുകൊണ്ടെന്നാൽ സ്വയം സ്രഷ്ടാവിന് ഈ നാടകം ഇഷ്ടമാണ്. ഈശ്വരന് ഈ നാടകം ഇഷ്ടം. जब क्रिएटर को पसंद है तो बच्चों को भी अवश्य पसंद है. സ്രഷ്ടാവിന് ഈ സൃഷ്ടിയോട് ഇഷ്ടമുണ്ടെങ്കിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമുണ്ടായി. അച്ഛന് ഇഷ്ടമാണെങ്കിൽ, അച്ഛൻ ഉണ്ടാക്കിയ നാടകത്തെ കുറിച്ച് അല്ലെങ്കിൽ അച്ഛൻ അധികാരിയായിരിക്കുന്ന നാടകത്തെ കുറിച്ച് അച്ഛന് ഇഷ്ടമാണെങ്കിൽ ബാബ പറയാണ്, തീർച്ചയായിട്ടും കുട്ടികളും അത് ഇഷ്ടപ്പെടും. തും കിസി ബാത് മേ ഭി നാരാസ് നഹീ ഹോ സക്തേ. ഈ നാടകത്തിലെ ഒരു കാര്യത്തിൽ നമുക്ക് നീരസം ഉണ്ടാകരുത്. ഈ നാടകത്തിലെ ഒരു കാര്യത്തിൽ നമുക്ക് നീരസം ഉണ്ടാകരുത്. तुम जानते हो यह दुख सुख का नाटक बहुत सुंदर बना हुआ है. നമുക്കറിയാം ഈ സുഖദുഃഖത്തിന്റെ നാടകം വളരെ സുന്ദരമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം ഈ സുഖദുഃഖത്തിന്റെ നാടകം വളരെ സുന്ദരമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നു, അതിമനോഹരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നു. इसमें हार जीत का खेल चलता रहता है, इसे खराब कभी नहीं सकता. ഇതിലെ ജയപരാജയത്തിന്റെ കളി നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. അത് മോശമാണെന്ന് പറയാൻ പാടില്ല. ഇതിൽ ജയപരാജയത്തിന്റെ കളി നടന്നുകൊണ്ട് തന്നെ ഇരിക്കും, അത് മോശമാണെന്ന് പറയാൻ പാടില്ല. दिन भी अच्छा तो रात भी अच्छी. इस ड्रामा में जो भी पार्ट मिला हुआ है उसे खुशी से बजाने वाले बहुत मजे में रहते हैं. പകലും ശരിയാണ്, രാത്രിയും ശരിയാണ്. പകലും ശരിയാണ്, നല്ലതാണ്, രാത്രിയും നല്ലതാണ്. ഈ ഡ്രാമയിൽ എന്ത് പാർട്ടാണോ ലഭിച്ചിരിക്കുന്നത്, അത് സന്തോഷത്തോടുകൂടി അഭിനയിക്കുന്നവർക്ക് വളരെ ആനന്ദമുണ്ടാകും.
इस बेहद नाटक की नॉलेज का सिमरन करने वाले सदा हर्षित रहते. ഈ പരിധിയില്ലാത്ത നാടകത്തിന്റെ ജ്ഞാനം സ്മരിച്ചുകൊണ്ടിരിക്കുന്നവർ വളരെ സദാ ഹർഷിതരായി. ഈ പരിധിയില്ലാത്ത നാടകത്തിന്റെ ജ്ഞാനം സ്മരിക്കുന്നവർ സദാ ഹർഷിതരായി. ബുദ്ധി ഭർപ്പൂർ രഹത്തി, ബുദ്ധി നിറഞ്ഞുകൊണ്ടിരിക്കും, ബുദ്ധി നിറഞ്ഞുകൊണ്ടിരിക്കും. ഒരു നാടകത്തിൽ അല്ലെങ്കിൽ ഒരു സിനിമയിലെ വളരെ ക്രൂരമായ ഒരു രംഗം, അല്ലെങ്കിൽ ഭയങ്കര ഒരു യുദ്ധരംഗം, ഭയങ്കര ഒരു ട്രാജഡിയുടെ രംഗം, അപ്പൊ അത് ഭയങ്കര മനോഹരമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മൾ എന്താ പറയും, സംവിധായകനെ സമ്മതിച്ചു കൊടുക്കുന്നു. സൂപ്പറായിട്ടാണ് അത്, വളരെ ദുഃഖകരമായ സീനാണ്. പക്ഷെ നമുക്കറിയാം അവിടുത്തെ കഥാപാത്രങ്ങളാരും മരിച്ചൊന്നും പോകുന്നില്ല, നാടകമല്ല, സിനിമയല്ല. പക്ഷെ അത് ഭംഗിയായിട്ട് നമ്മൾ പറയും വളരെ നന്നായിരിക്കണം. വളരെ മോശമായ രംഗവും അത് കൃത്യമായിട്ടിരിക്കുമ്പോൾ നമ്മൾ ഭംഗിയാക്കും. അപ്പൊ ബാബ പറയാണ്, എല്ലാ സിനിമകളും എല്ലാ നാടകങ്ങളും ചിന്തിച്ചു നോക്കിയാൽ ഈ നാടകത്തിന് അകത്താണ്. അതായത് എത്ര സുന്ദരമായ ഒരു സിനിമ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ആ സംവിധായകന്റെ ആത്മാവില്, അല്ലെങ്കിൽ ആ തിരക്കഥാകൃത്തിന്റെ അല്ലെങ്കിൽ ആ കഥാകൃത്തിന്റെ ആത്മാവിൽ ഇത് കുറിച്ചതും ഈ നാടകം തന്നെയാണ്. അപ്പൊ ബാബ പറയാണ്, ഈ നാടകം നോക്കുകയാണെങ്കിൽ ഇതില് അതീവ സ്നേഹത്തിന്റെ കാര്യങ്ങളുണ്ട്, അതീവ ദുഃഖത്തിന്റെ കാര്യങ്ങളുണ്ട്, യുദ്ധത്തിന്റെ കാര്യങ്ങളുണ്ട്, സത്യത്തിന്റെ അതിമനോഹരമായ കാലഘട്ടമുണ്ട്, ബുദ്ധനെ പോലൊരു കഥാപാത്രമുണ്ട്, ഹിറ്റ്ലറിനെ പോലൊരു കഥാപാത്രമുണ്ട്, തെന്നാലി രാമനെ പോലെ, കുഞ്ചുനാമ്പ്യാരെ പോലെ ഹാസ്യ കഥാപാത്രങ്ങളുണ്ട്. അവരും ഇതുപോലെ എക്സ്ട്രീമില് ഒരു നാടകം ഉണ്ടാക്കാൻ പറ്റും. ഈ നാടകത്തിലെ ഒരു കഥാപാത്രങ്ങളും ഇല്ലാണ്ടാവില്ല. എത്ര മഹാഭാരത യുദ്ധമാണെങ്കിൽ പോലും ഒരു ആത്മാവ് പോലും ഇല്ലാണ്ടാവില്ല. ഒരു നിരപരാധി ഇതിൽ ശിക്ഷിക്കപ്പെടുന്നില്ല. ആക്ച്വലി ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും, ഒരു നിരപരാധി ഇതിൽ ശിക്ഷിക്കപ്പെടുന്നില്ല. ഈ നാടകം ആത്യന്തികമായിട്ട് ബാബ പറയാണ്, ഇത് മംഗളകാരിയാണ്, പ്രപഞ്ച മാതാവാണ്. മാതാവിനെ ബാബ പറയാണ് നിങ്ങളൊന്നും പറയരുത്. പക്ഷെ ഇപ്പോൾ വളരെ ദുഃഖത്തിന്റെ സീനുകളാണ്, അനാചാരത്തിന്റെ സീനുകളാണ്, വളരെ കൊടിയ പ്രശ്നങ്ങളാണ് വരുന്നത്. ബാബ പറയാണ് ഒന്നിനും നീരസം ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ വ്യക്തി ജീവിതത്തിൽ ബാബ പറയാണ് നമുക്ക് ദുഃഖമുണ്ടാകും, സുഖമുണ്ടാകും, മാനമുണ്ടാകും, അപമാനമുണ്ടാകും, ചില കാര്യത്തിൽ ജയിക്കും, ചില കാര്യത്തിൽ പരാജയപ്പെടും. ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കും. അവർ ഇതൊന്നും ആരുടെ ദോഷം. അതാ പറഞ്ഞത്, ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബുദ്ധി നിറഞ്ഞുകൊണ്ടിരിക്കും, സദാ ഹർഷിതമായി. അപ്പൊ നമ്മളെല്ലാം എന്ത് ചെയ്യണം, അത് സ്വീകരിക്കണം. ബാബ പറയാണ്, ഇതിനൊരു പോയിന്റ് പറഞ്ഞിരുന്നു, ഈ നാടകത്തിൽ നമുക്ക് എന്ത് പാട്ടാണോ കിട്ടിയിരിക്കുന്നത് അത് നന്നായിട്ട് അഭിനയിക്കുന്നവർക്ക് സന്തോഷം ഉണ്ടായി. നമ്മൾ ഒരിക്കലും നമ്മളെ ഒരാളുമായിട്ട് താരതമ്യപ്പെടുത്തുക, ആരുമായിട്ട് താരതമ്യപ്പെടുത്തുക. എത്ര വലിയ ആളെന്ന് പറഞ്ഞാലും ഡ്രാമയിൽ നിമിത്തം മാത്രം, ഡ്രാമ തീരുമാനിച്ച കാര്യം. അപ്പൊ നമ്മുടെ പാർട്ടിനെ താരതമ്യപ്പെടുത്താണ്ട് നമ്മളുടെ പാർട്ട് ഭംഗിയാക്കി മാറ്റാൻ പറ്റും. മറ്റുള്ളവരെ എന്തുകൊണ്ട് അങ്ങനെ കാണാം, അത് അവരുടെ ഡ്രാമയിലാണ്. ആ ഡ്രാമയെ മനനം ചെയ്ത് അതുകൊണ്ട് അവരെ കൂടി ഇങ്ങനെ കാണിച്ചു. അത് ഡ്രാമയിൽ അവരുടെ അത് ചെയ്തത് ശരീരമല്ല, ആത്മാവാണ്. ആത്മാവിൽ അങ്ങനെയാണ്. അത് നമുക്ക് നല്ലത്. എന്നാലും ബാബ സന്തോഷമായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അത് ഏത് പാട്ടാണ്? ഇതിൽ സന്തോഷമായിട്ടിരിക്കണമെങ്കിൽ കുറച്ച് ബാബയുടെ ശ്രീമത്ത് പാലിക്കണം. മേരാ ബാബ മീഠേ ബാബ പ്യാരേ ബാബ എന്ന പാട്ട് പാടും. നമ്മുടെ ബലം ഒരു ബാബയെ ആക്കുകയാണെങ്കിൽ, ഈ സമയത്ത് ആക്കുകയാണെങ്കിൽ ബാബ പറഞ്ഞു സന്തോഷമായിട്ട് കടന്നു പോകാം. ഗീതം ഹമാരെ തീർത്ത് ന്യാരേഹി, നമ്മുടെ യാത്ര വ്യത്യസ്തമാണ്. വാസ്തവമേ സ്കൂളിൽ പോയി ഗീത നഹി ഗായ ജാതി, യഥാർത്ഥത്തിൽ സ്കൂളിൽ പാട്ടുന്ന കാര്യമില്ല. ഇത് പാഠശാലാഹി, ഇതും ഒരു പാഠശാലയാണ്. ഫിർബി യഹം ഗീത ക്യോം ഗായ ജാത്തെ, പിന്നെ എന്തിനാണ് ഈ മുരളിക്ക് മുമ്പ് പാട്ടെടുത്തത്? സത്യമേന്തോ ഗീത നഹി ഗായ ജാത്തെ, പറഞ്ഞു സത്യത്തിൽ ഇങ്ങനെയുള്ള പാട്ടൊന്നും. अभी हम लोग बैठे हैं संगम पर, इसलिए भक्ति और गीतों आदि को लेकर उसका अर्थ समझाते हैं, मनुष्य तो अर्थ समझते हैं. എന്നാൽ ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നത് സംഗമത്തിലാണ്. അതുകൊണ്ട് ബാബ പറയണു, ഭക്തിയിലെ ചില കീർത്തനങ്ങളോ അല്ലെങ്കിൽ അതുപോലെ ചില കാര്യങ്ങളോ എടുത്തിട്ട് അതിന്റെ അർത്ഥം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കും. ബാബ പറയാണ് മനുഷ്യർക്ക് അതിന്റെ അർത്ഥം എന്ന് അറിയാൻ പാടില്ല, അത് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ ആളുകൾ ഭക്തിയിൽ കിടക്കുമ്പോൾ ഭക്തിയിലെ ചില സാധനം, നമ്മള് സംഗമത്തിലെ കാര്യങ്ങൾ അല്ലെങ്കിൽ സത്യത്തിലെ കാര്യങ്ങൾ മാത്രമേ പറയൂ. ബാബ അങ്ങനെയല്ല, ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ പഠിപ്പിക്കാൻ ഇവിടുത്തെ ചില കാര്യങ്ങളുണ്ട്.
ഹം അഭി ന യഹം ഹെ ന വഹം ഹെ ബീച്ച് മേ ബൈഠെ. നമ്മളിപ്പോൾ സത്യയുഗത്തിലല്ല കലിയുഗത്തിലുമല്ല, മധ്യത്തിലിരിക്കുകയാണ്. സോ ഇൻകാ തോട ആധാറില്. അതുകൊണ്ട് ഈ കലിയുഗത്തിലെ ചില കാര്യങ്ങൾ നമ്മൾ ആധാരം എടുക്കണം. ഇപ്പൊ ബാബു പറയും ഭാഗവതീയതകളി ബാബു ചില മുറിയിൽ പറഞ്ഞിട്ട് എല്ലാം കൂടെ വലിച്ചേർക്കണം. ഒന്നിനെ ഓർമ്മിക്കരുത്, ഒന്നുമിനെ ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞാൽ അപ്പൊ പിന്നെ അത് പിന്നെ എന്തിനാ നമ്മൾ നോക്കുന്നത്? ബാബർ അത് ആൾക്കാർ പറഞ്ഞു. പൊതുവേ ബാബ എന്ത് പറയും, ഈ ആവശ്യത്തിന് ഈ ലോകത്തിലെ ന്യൂസ് എന്തിനാ അറിയുന്നത്? പക്ഷെ കഴിഞ്ഞ പാടിൽ ബാബ എന്ത് പറയുന്നത്, അത്യാവശ്യം പേപ്പറൊക്കെ വായിക്കുന്നു. അപ്പൊ അത് നമ്മൾ ഇഹലോകത്ത് ജീവിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പോകേണ്ടി വരും. ഭവിഷ്യ കേലിയെ പുരുഷാർത്ഥികൾ പോയി പ്രാരബ്ധ ബനാവെ ഐസ പോയി മനുഷ്യനെ. ഭാവിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാരും ഈ ലോകത്തിൽ, അതായത് ഭാവിക്ക് വേണ്ടി വെച്ചാൽ അടുത്ത ജന്മത്തേക്ക് വേണ്ടി. തും പുരുഷാർത്ഥ കർത്തേഹോ ഭവിഷ്യ നൈ ദുനിയ. നമ്മളിപ്പോൾ പുരുഷാർത്ഥം ചെയ്യുന്നത് ഭാവിയിലെ പുതിയ ലോകത്തിന് വേണ്ടിയാണ്. മനുഷ്യ ദാനപുണ്യാദി കർത്തേഹേ ദൂസരെ ജന്മക്കേലി. മനുഷ്യര് ദാനപുണ്യാദികൾ ചെയ്യുന്നതും പരിജന്മത്തേക്ക് വേണ്ടിയാണ്. വഹ്ഹെ ഭക്തി യഹ്ഹെ ജ്ഞാൻ വഹി കാത്തേബിഹെ ജ്ഞാൻ ഭക്തി ഔർ വൈര. അത് ഭക്തിയാണ്, ഇത് ജ്ഞാനമാണ്. ചിലർ പറയാറുണ്ട് ജ്ഞാനം ഭക്തി വൈരാഗ്യം. സന്യാസിയും കാഹെ ഹതുക്ക വൈരാഗ്യം. സന്യാസിമാരുടേത് ചെറിയ പരിധിയുള്ള വൈരാഗ്യമാണ്. തുമാരാഹെ ബേഹത്തുക്ക വൈരാഗ്യം. നമ്മളുടേത് പരിധി ഇല്ലാത്ത വൈരാഗ്യമാണ്. ഓരോഗ് ഘർബാർ സെ വൈരാഗ്യ ദിലാത്തേഹെ ദുനിയാസിനെ. അവര് വീടിനോടും ബന്ധുക്കളോടും വൈരാഗ്യത്തിപ്പോയി. വീട് ഇടിഞ്ഞു പോകുന്നതല്ലേ, ഭാര്യ മരിച്ചു പോകുന്നതല്ലേ, അല്ലെ വേറെ ആരെങ്കിലും കൂടെ ഓടിപ്പോകില്ലേ, പിള്ളേര് മരിച്ചു പോകില്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും വിടിയിക്കും. കാരണം ഇതൊക്കെ ദുഃഖം നൽകുന്നുണ്ട്. വേറെ ലോകത്തിനോടൊന്നും അവർ വിടിയിക്കാറുന്നില്ല. വഹ് ഏത് ജാനത്തെ ഹി നഹി കി തമോപ്രധാൻ ജഡ്ജടി ബുദ്ധി സൃഷ്ടി ഹെ ഇസ്കാ വിനാശ ഹോനാ ഹെ ക്യോങ്കി കൽപ കി ആയു ബഡി ലംബി ബനാ ദി. ഈ ലോകം ഇന്ന് തമോപ്രധാനമായി ജീർണിച്ചു, ഇത് നശിക്കാൻ പോകാണ്, അതുകൊണ്ട് ഈ ലോകത്തെ മറന്നു എന്ന് അവര് പറയാറ്. എന്തുകൊണ്ടെന്നാൽ അവരുടെ കണക്കനുസരിച്ച് ഇനി ലക്ഷക്കണക്കിന് വർഷം കിടക്കാം. അപ്പൊ ബാബ് ബൈഡ് സമച്ചാത്തേക്ക് ബുദ്ധി ബി താത്തേക്ക് ഏക ബാത്ത് ബിൽക്കുൽ ഹി ടേക്ക്. ഇപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് ബാബയാണ്. ബാബ എന്ന് വെച്ചാൽ ആരാണ്? അച്ഛനാണ് പഠിപ്പിക്കുന്നത്. ബുദ്ധി പറയുന്നുണ്ട് തികച്ചും ശരിയായ കാര്യമാണ് ബാബ പഠിപ്പിക്കുന്നത്. മുഖ്യ ബാത്തേക്ക് പവിത്രതാക്കി ജിസ്കേലിയെ വഹ് ഘർബാർ ചൊല്ലു. പിന്നെ അവരെന്തിനാ വീട് വിട്ടു പോകുന്നത്? നമുക്ക് ആത്മാവിന് സന്തോഷം കിട്ടണമെങ്കിൽ പവിത്രത വേണം. അത് ഭക്തിയാണെങ്കിലും ജ്ഞാനമാണെങ്കിലും അതിനു വേണ്ടിയിട്ടാണ് അവർ വീട് വിട്ടു പോകുന്നത്. തും സാരി പുരാനി ദുനിയാക്കോ ബുദ്ധി സെ ഭൂൽജ. എന്നാൽ നമ്മളോട് ബാബ എന്താ പറയുന്നത്? ബുദ്ധി കൊണ്ട് പഴയ ലോകത്തെ പൂർണ്ണമായിട്ടും മറക്കണം. പവിത്ര ബനത്തേക്കോ പവിത്ര ദുനിയാമേ ജാനേക്കില്ല. നമ്മൾ പവിത്രമാകുന്നത് പവിത്ര ലോകത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. തുമാരി യാത്ര ഹേ ബുദ്ധി. അതുകൊണ്ട് നമ്മൾ കാലുകൊണ്ട് യാത്ര ചെയ്യുന്നില്ല, ബുദ്ധി കൊണ്ട് നമ്മൾ യാത്ര ചെയ്യാണ്. കർമ്മേന്ദ്രിയം സേ കഹം ജാനാ നഹി ഹെ തുമാരാ ശാരീരിക കുച്ച് ഭി നഹി ചലത. നമ്മൾ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് എവിടെയും പോകുന്നില്ല, അല്ലെ? നമ്മൾ ഈ തീർത്ഥയാത്രയ്ക്കൊന്നും പോകുന്നില്ല. ബാബ പറയുന്നു ഇവിടെ ഇങ്ങനെ ശാരീരികമായ ആസനങ്ങളോ യാത്രകളോ ഒന്നുമില്ല. ആരോഗ്യത്തിന് വേണ്ടി വല്ല ആസനയോ കാലം നടക്കാനൊക്കെ. പിന്നെ ബാബ ശാരീരികമായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞ് ചാപ്പാടടിച്ചുകൊണ്ട് കുത്തിയിരുന്ന കുഴപ്പം. അഭി ഹം റുഹാനി ബാബയ്ക്ക് പാസ് ജാത്തേ ഹി വഹ് ജിസ്മാനി യാത്രയോ അനേകം. ഇപ്പൊ നമ്മള് ആത്മീയ അച്ഛന്റെ അടുത്തേക്ക്, ആത്മീയ വീട്ടിലേക്ക് യാത്ര ചെയ്യാം. അവര് ഇഹലോകത്തിൽ കുറെ യാത്രകൾ ചെയ്യാം, അത് കണ്ടമാനുണ്ട്. കബ് കഹാൻ ജായെങ്കിൽ കബ് കാ. അവര് കുറെ തീർത്ഥയാത്രകൾ സമ്മതിക്കും. പഴനി മധുര എന്ന് പറഞ്ഞിട്ട് വെക്കും, ശബരിമലയ്ക്ക് വെക്കും, ഗുരുവായൂർ കൊടുക്കൽ കടാമ്പുഴ എന്ന് പറഞ്ഞ് വെക്കും, ചിലര് കാശിക്ക് വെക്കും. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. തുമാരി ബുദ്ധി ഏക്ക് തരപ്പി. നമ്മുടെ ബുദ്ധി ഇപ്പോൾ ഒരു വശത്തേക്ക്. ഇസ്കോ അവിവിചാരി ഭക്തി കഹിം തോ ഭി ഹോ സക്താ ഹൈ. ഇതിന് അവിവിചാരി ഭക്തി എന്ന് വേണമെങ്കിൽ പറയാം. ഭക്തി എന്ന് വെച്ചാൽ ഈശ്വര പ്രേമമാണ്, അപ്പൊ വേറൊന്നും പറയാം. തും ഏകോ യാത് കർത്തേ. പക്ഷെ ഇവിടെ നമ്മൾ പലരെ ഓർമ്മിക്കുന്നില്ല, ഒരാളെയാണ് ഓർമ്മിക്കുന്നത്. ഉൻ സബ്കി ഭക്തി ഹേ വ്യഭിചാരി. അവരുടെ എല്ലാം ഭക്തി എന്താണ്? വ്യഭിചാര ഭക്തിയാണ്. അനേകം കോ യാത് കർത്തേ ഹി. അനേകരെ അവർ ഓർമ്മിക്കുന്നു. തുമാരി ഹേ അവിവിചാരി റുഹാനി യാത്ര ജിസ്മേ ഹം ജാ രഹാ ഹേ വാപിസ് അപ്നെ ഘർ. ഇത് നമ്മുടെ ആത്മീയമായ അവിവിചാര യാത്രയാണ്. നമ്മളിവിടെ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങി പോകാനുള്ള ശ്രമത്തിലാണ്. ഓലോക നിർവാണധാം കോ ഗർഭിനെയും സംബന്ധിച്ചു. ബുദ്ധൻ നിർവാണത്തിൽ പോയി എന്നൊക്കെ പറയും. പക്ഷെ നിർവാണധാമം വീടാണ്, ബ്രഹ്മം വീടാണെന്ന് നമുക്കറിയില്ല. ബ്രഹ്മത്തിൽ പോയി ലയിക്കുന്ന അവർ പറയും. കഹത്തേഹെ പാർ നിർവാൺ ഗയ. അതുകൊണ്ട് ബൗദ്ധര് മരിച്ചാൽ എന്ത് പറയും? നിർവാണത്തിലേക്ക് പോയി എന്ന് പറയും. തും ജനത്തേഹോ വഹം ഹം ആത്മായും ബാക്കി സാത്ത് രഹം. എന്നാൽ ഇപ്പോൾ നമുക്ക് നിർവാണധാമത്തിന്റെ സമാചാരം, ആ വിശേഷങ്ങളും അറിയാം. അവിടെ നമ്മൾ ലയിക്കില്ല, അവിടെ ബാബയുടെ കൂടെ ഇരിക്കും. അഭി ബാബ ഹംകോ ലേനേക്കലി ആയേക്കും. അവിടെ നിന്ന് ബാബ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മളെ അവിടേക്ക് കൊണ്ടുപോകാൻ. വഹ് സമുച്ചിത്തേഹേ ഹം സബ് ഈശ്വർക്ക് രൂപ.
അവര് വിചാരിക്കുന്നത് നമ്മളെല്ലാം ഈശ്വരനാണ്. അവരെല്ലാവരും ഈശ്വരന്റെ രൂപമൊക്കെ തന്നെ, നമ്മുടെ രൂപവും ഈശ്വരന്റെ രൂപം ഒരുപോലെയാണ്. പക്ഷെ നമ്മള് ഈശ്വരൻ അല്ല. കിത്തനെ ശാസ്ത്രാദി പഠിത്തേ യഹം തുംകോ ബഹു കുച്ച് ഭി നഹിം സിഖായ ജാൻ. അവിടെ എത്ര ഗ്രന്ഥങ്ങളാണ് പഠിക്കുന്നത്. ഇവിടെ ബാബൻ നമ്മൾ അങ്ങനെ ഒന്നും പഠിപ്പിക്കുന്നില്ല. തുംകോ ഇൻ കർമ്മകാണ്ഡ് കാ ഭി സന്യാസ് കരായ ജാൻ. ഈ ഭക്തിമാർഗത്തിലെ വേദശാസ്ത്രങ്ങള്, മന്ത്രങ്ങള്, തന്ത്രങ്ങള്, യന്ത്രങ്ങള്, അല്ലെ, ജപം, തപം, തീർത്ഥാടനം, അങ്ങനെ കണ്ടമാനം കാര്യങ്ങളുണ്ട്. ബാബ അതിൽ നിന്നൊക്കെ നമ്മളെ സന്യസിപ്പിച്ചു, പിടിച്ചു. അതൊന്നും ആവശ്യം. നേരെ ബുദ്ധി കൊണ്ട് ബാബയെ ഓർമ്മിച്ചു. ഏത് സബ് ഭക്തിക്ക് കർമ്മ കണ്ട്, അതല്ലെങ്കിൽ ഭക്തിമാർഗത്തിലെ കാര്യങ്ങളാണ്. ജയ്സെ പ്രഭു കി ഗതിമത് ന്യാരി ഹി പഹലെ പഹലെ തുംകോ ആൽപ്പ് സിഖാത്തെ ഹി. പ്രഭുവിന്റെ ഗതിയും മതിയും വേറിട്ടാന്നൊക്കെ ഒരു പാട്ട് പാടും. ആദ്യം ബാബ നമ്മളെ ഈശ്വരൻ ആരെന്ന് പഠിപ്പിച്ചത്. ബാബ ഖുദ് ഹി ദലാൽ ബൻകർ ആത്തെ ഹി. ബാബ ഇവിടെ സ്വയം ദല്ലാളായിട്ട് വന്നിരിക്കുകയാണ്. ഗാത്തെ ബീഹെ പരന്തു സമചിത്തനഹി. ഇതൊക്കെ ഭക്തിയിലും പാട്ടുകളൊക്കെ ഉണ്ട്. ബാബ പറയുന്ന പാട്ട് മാത്രമേ ഉള്ളൂ, കാര്യം അറിയാൻ പാടില്ല. തുമക്കോ കൊയ് ഭക്തി സെ ഘൃണ നഹി. ഭക്തി ചെയ്യുന്നവരോട് വെറുപ്പ് പാടില്ല, അല്ലെ, പടയണി അത് ഇത് നമുക്ക് വെറുതെ കണ്ടുപിടിച്ച് വെട്ടും കുത്തും പ്രസ്സിന്ന് കുറെ അരിഞ്ഞിട്ട് കടലാസ് തോടും മുഴുവൻ എഴുതുക, എന്തോരം പൈസയാണ് കളയേണ്ടത്. അതൊക്കെ ഡ്രാമയിലുണ്ട്, അല്ലെ. അതൊക്കെ നമ്മൾ ആസ്വദിക്കും, കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ബാബ പറയണു ഒന്നിനോട് വെറുപ്പ് വെച്ചു. കൊയ്സേബി ഘൃണ നഹി മാറ്റി. ആരോടും വെറുപ്പ് പാടില്ല. ജബ്കി ജാനത്തെ ഹേക്കി ഡ്രാമ ബനാ. ഇത് അവരുടെ കുഴപ്പം. ഡ്രാമയിലെ സീനുകൾ അങ്ങനെ ഉണ്ട്. ഈ ആത്മാക്കളൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് ഡ്രാമ തീരുമാനിച്ചു വെച്ചത് ബാബ പറഞ്ഞ അവരത് ചെയ്തോട്ടെ. അത് നമ്മൾ എന്തിനെ വെറുക്കാനൊക്കെ പോകുന്നത്. ആ സമച്ചാത്തെ ജരൂർ ഹേക്കി പുരാനി ചീച്ചി ദുനിയാക്കും ജോഡനാഹി വാപ്പിച്ചാണ്. ഭക്തർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം, ഇത് പഴയ ജീർണിച്ച ലോകമാണ്, വീട്ടിൽ പോകേണ്ട സമയമായി, വിനാശം അടുത്തു, അതുകൊണ്ട് ദൈവത്തെ ഓർമ്മിക്കും. അവരത് പറഞ്ഞു. പക്ഷെ അവര് കേൾക്കേണ്ടവരൊക്കെ കേൾക്കുള്ളൂ, അല്ലാത്തവര് പഴയ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ കൊറോണ പോയതോടുകൂടി ഒന്നുകൂടി ഇരട്ടി അവർ അത് ചെയ്യട്ടെ. ജബ് ഭക്തിമേ ദോ ഭക്തി സെ പ്യാർ. നമ്മളും ഭക്തി ചെയ്തപ്പോൾ ഭക്തിയോട് ഇഷ്ടമായിരുന്നില്ലേ. ഇത് ആദ്യ സുന്നസെ മൗജ് ആദ്യ. ഈ കീർത്തനങ്ങൾക്ക് പാടുമ്പോൾ നല്ല ലഹരിയായിരുന്നു. അബ് സമചിത്തേഹി വകുത്തൊക്കെ ഈ കാംകേനഹി. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. സുനിനേമേ കൊയ് ഹർജാനഹി. എന്ന് കേൾക്കരുത്, കണ്ടാറിനെ പോലെ ചെവിയും പൊത്തി കൊണ്ടു നടക്കണം. അവർ അങ്ങനെ കുഴപ്പമൊന്നും. അത്ര ഈ അന്ധവിശ്വാസങ്ങൾ ഈ ജ്ഞാനമാർഗത്തിൽ ധാരാളം പേർ. അപ്പൊ അവർ അങ്ങനെ ഇത്ര ബലം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ അവർ കീർത്തനം കേട്ടെന്ന് വെച്ചാൽ നമ്മളെ പോകും. ഏകബി ഭക്തിക്ക് ആക്ട്. അവർ ഇതൊക്കെ ഭക്തിയുടെ കാര്യങ്ങളല്ലേ. ഹമാര അബ് ഉൻസെ ബുദ്ധിയോ ടൂട്ട് ജാൻസെ ചൂട്ട് ഗയ. നമ്മുടെ ബുദ്ധി ഇപ്പൊ അതിൽ നിന്നൊക്കെ വിട്ടു. നമുക്കിപ്പോ ജ്ഞാനം മനസ്സിലായി. ഞാൻ അവർ ഭക്തി ദോനംകോ തും ജാനത്തെ. നമുക്ക് ഭക്തി എന്താന്ന് അറിയാം, ജ്ഞാനം എന്താന്ന്. അപ്പൊ ഭക്തിയോട് നമുക്ക് വെറുപ്പ്, അല്ലെ. ഒരു മുതിർന്ന ഒരു കുട്ടിക്ക് ഇളയ കുട്ടിയുടെ ഒരു സ്നേഹമുണ്ട്. ആ കുട്ടികളല്ലേ എന്ന് വിചാരിക്കും, അച്ഛനും അമ്മയെ പോലെ കുട്ടികൾ. അപ്പൊ അതേപോലെ ഇതൊക്കെ ഭക്തി കുട്ടികൾ ഇങ്ങനെ പലതും കാണിച്ചോട്ടെ. അവർ അതിനെന്തിനാ വെറുക്കാൻ പോണേ. മനുഷ്യർക്കോ ജബ് തക്ക് ഞാൻ മില്ലേത്തോ ഭക്തിക്കോ ഹി ബഹുത് അച്ഛാ ശ്രമിച്ചിട്ട്. ജ്ഞാനം കിട്ടാത്തിടത്തോളം ആളുകൾക്ക് ഭക്തി ഇഷ്ടമായിരിക്കും. അവർ ചെയ്തോട്ടെ. എന്തിനാ അവർക്ക് നമ്മൾ വിലകൾ ഇടുന്നത്. പ്രദർശനം വെച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, എല്ലാവരൊക്കെ വന്നോളൂ, ഇല്ലെങ്കിൽ കുറെ സന്ദേശങ്ങൾ അവരത് ചെയ്തോളൂ. ജന്മജന്മാന്തർ ഭക്തി കർത്താൻ. നമ്മൾ ജന്മജന്മങ്ങളിൽ ഭക്തി ചെയ്തു വന്നവരാണ്. ഭക്തി സെ സ്നേഹം ബടുകയ. ഭക്തിയുടെ നമുക്ക് സ്നേഹവും വർദ്ധിച്ചിട്ടുണ്ട്. അപ്പൊ ഹമാരി ബുദ്ധി മേഘെ ദുഃഖ സുഖ ബനാ ഹുവാ ഡ്രാമ. ഇപ്പൊ നമ്മുടെ ബുദ്ധിയിലുണ്ട് ജയപരാജയത്തിന്റെയും അതേപോലെ സുഖദുഃഖത്തിന്റെയും നാടകം ഉണ്ടാക്കാൻ പറ്റി. ഇതൊക്കെ അഭിനയിച്ച് ശക്തികൾ പോകും, തീർന്നിട്ടുണ്ടാവും, കലാപം. രഹം മാറ്റാകി. വെറുപ്പല്ല, പകരം എന്താണ്, ദയവ്. രചയിത ഒരു രചനാക്കാൻ ഞാൻ ബാബാ വർഷ പാസ്. എന്തുകൊണ്ട് അവർക്കും രചയിതാവിന്റെയും രചനയുടെയും ജ്ഞാനം കിട്ടിക്കൂടെ. ബാബയിൽ നിന്ന് അവരും കൂടി സമ്പത്ത് എടുക്കട്ടെ. ജോ ഖുഷി അപ്പനേക്കോ മിലിഹി ബഹു ദൂസരോക്കോ ധരിച്ച. അവരെ വിമർശിക്കാൻ പോകരുത്, അവരെ കുറ്റപ്പെടുത്താൻ പോകരുത്, അവരെ പ്രവർത്തി കണ്ടിട്ട് വെറുപ്പ് വരരുത്. ബാബ പറയാണ് എന്താണ് നമുക്ക് കിട്ടിയത് അത് മറ്റൊരു കൊടുക്കാൻ ശ്രമിക്കും. സിന്ധ് വൃത്തി जब देखने के फलानी जगह धंधा अच्छा चलता तो अपने मित्र संबंधियों को भी राय देते हैं कि फलानी जगह चलो वहां कमाई बहुत अच्छी. ഈ വിദേശത്ത് ബിസിനസ് ചെയ്യുന്ന സിന്ധുകാര് എവിടെയെങ്കിലും നല്ല കച്ചവടം കിട്ടുമെന്ന് കിട്ടിയിട്ട് അവർക്ക് അനുഭവം ഉണ്ടെങ്കിൽ അവർ ബന്ധുമിത്രാദികളോട് പറയും ആ ദേശത്ത് പോയി ഇന്ന കച്ചവടം ചെയ്താൽ നല്ല പൈസ ഉണ്ടാക്കാമെന്ന് പറയും. അതുപോലെ നമ്മളും പറയും. തും ജാനത്തെ ഹോ കി ഇസ് രാവൺ രാജ്യമേ ദുഃഖ ഹി. നമുക്കറിയാം ഈ രാവണ രാജ്യത്തിൽ ദുഃഖം തന്നെ ദുഃഖമാണ്. മനുഷ്യർക്കോ യഹ് മാലും നഹി ഹേക്കി. ജ്ഞാന ക്യാ ചീസ്. എന്നാൽ ഈ ജ്ഞാനം എന്ത് സാധനമാണ് അവർ മനുഷ്യർക്ക് അറിയാൻ പാടില്ല. സാധു സന്ത് നഹിം ജനതയ്ക്ക് ഇസ് ജ്ഞാനസെ സ്വരാജ് മിൽത്താ. ഈ ജ്ഞാനത്തിലൂടെ സ്വരാജ്യം കിട്ടുമെന്ന് സാധുക്കൾക്കും സന്യാസികൾക്കും പോലും അറിവില്ല. പൂജിത്തേഹി ഇസ് ജ്ഞാനസെ ക്യാ പ്രാപ്തി ഹോ.
ആളുകൾ ചോദിക്കും, നിങ്ങൾക്ക് ഈ ബ്രഹ്മകുമാരി പോയിട്ട് എന്ത് കിട്ടിയിട്ടുണ്ട്, ഈ ജ്ഞാനത്തിൽ കൂടെ എന്ത് കിട്ടിയിട്ടുണ്ട്? तो लिखा जाता है शांति और सुख दोनों मिलते हैं सो भी अविनाशी. അപ്പോൾ നമ്മൾ എഴുതണം, പറയണം എന്ത്? അവിനാശിയായ ശാന്തിയും സുഖവും ഞങ്ങൾക്ക് ഈ ജ്ഞാനത്തിൽ കൂടെ കിട്ടുന്നുണ്ട് അല്ലെ. വീട്ടിൽ ദുഃഖം വരുമ്പോൾ ആൾക്കാർ ചോദിക്കും, അപ്പൊ അവിടെ പോയിട്ട് എന്ത് കിട്ടി? ഇതൊക്കെ കണ്ടില്ലേ, അപ്പൊ അവിടെ പോയിട്ട് വല്ലതും കിട്ടി? എല്ലാ വീടുകളിലും പ്രശ്നം. ആർക്കെങ്കിലും അസുഖം വരുമ്പോൾ മെഡിക്കൽ കോളേജ് പോയി നോക്കുക, ബ്രഹ്മകുമാരിസിലുള്ളവർ അതിൽ കിടക്കും ഇല്ല. പക്ഷെ ബ്രഹ്മകുമാരിസിൽ വന്നവർക്ക് ആർക്കെങ്കിലും അസുഖം വന്നാൽ ഉടനെ ആൾക്കാർ നിൽക്കാണ്, പറയാം, ഉപദേശിക്കും. കണ്ടോ ബ്രഹ്മകുമാരിസിൽ പോയിട്ട്? അപ്പൊ പറയണം, ഈ അസുഖം വന്നപ്പോ, പ്രശ്നം വന്നപ്പോ ഞങ്ങൾക്ക് അതിനെ നേരിടാനുള്ള ശക്തിയും അറിവും കിട്ടിയപ്പോൾ സമാധാനമുണ്ട്, പ്രശ്നമില്ലാത്തതും നമുക്ക് ശാന്തി കിട്ടും. സോബി അവിനാശി കിസ്കോ സുഖ ശാന്തി കാ ധന്ധാ ഹാത്ത് ആ ജാതാ ഹെ തോ ഉസ്മേ ഭി ലഗൻ പഡ്തി. സമാധാനത്തിന്റെയും സുഖത്തിന്റെയും ഒരു പണി കിട്ടുകയാണെങ്കിൽ, അതിനൊരു ജോലി കിട്ടുകയാണെങ്കിൽ, അത് കയ്യിൽ വരികയാണെങ്കിൽ അത് തന്നെ ചെയ്യട്ടെ. ജിസ്മാനി സർവീസ് ബി കുച്ച് സമയക്കേലിയെ കറങ്ങി പടുത്തി. ബാബ പറഞ്ഞു, തീർച്ചയായിട്ടും ഇഹലോകത്തിലെ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടി വരും. സത്സംഗ കാ ടൈം ബി സുഖ അവർ ശാം കോ ഹോത്ത. പ്രഭാത സമയത്താണ് സാധാരണ സത്സംഗം, അല്ലെങ്കിൽ പ്രദോഷ സമയത്ത് വൈകും. ബാക്കി പകലെന്താ? പകല് ജോലി ചെയ്യേണ്ട സമയമാണ്. മാതാവും കോ ഘർ കാ ബന്ധൻ രഹതാ ഹെ തോ ഉനके लिए ഒരു दिन का टाइम രഖാ ജാതാ. മാതാക്കൾക്ക് ആ സമയത്ത് വീട്ടിൽ ജോലിയുണ്ട്, അതുകൊണ്ട് പകല് സമയത്ത് മുരളി വായിച്ചു കൊടുക്കാറുണ്ട്. സുബഹ് ക ടൈം സബ്സെ അച്ചാ ഹെ ഫ്രഷ് മൈൻഡ് കൊണ്ട. പ്രഭാത സമയമാണ് ഏറ്റവും. ബാബ എന്താ പറഞ്ഞിരിക്കുന്നത്? അമൃതവേള യോഗ ചെയ്യും, അത്യാവശ്യം വീട്ടിലെ പണിയൊക്കെ ചെയ്ത്, കുറച്ചൊക്കെ ചെയ്ത് അല്ലെ, കുളിച്ചൊക്കെ ചെയ്ത് നമ്മൾ മുരളി കേട്ടു. അപ്പൊ രാവിലെ മുരളി കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ ബുദ്ധിക്ക് കുറെ കാര്യങ്ങൾ കിട്ടും. പിന്നെ പകൽ മുഴുവൻ നമുക്ക് ഇഷ്ടംപോലെ പണിയുണ്ട്. പിന്നെ വൈകിട്ട് പറ്റിയാൽ വന്നിട്ട് കുറെ നേരം യോഗ ചെയ്യും. ജോ സുനത്തെ ഹോ ഉൻകാ ഗുർ ധാരൺ കർ ഉദാഹരണായി. എന്താണോ നമ്മൾ ജ്ഞാനം കേട്ടത്, ബാബ പറയണു അത് അയവിറക്കും അല്ലെ. പശു അയവിറക്കുന്ന പോലെ അയവിറക്കും. ദുനിയാമേം കിസ്കോ മാലിനഹി നിരാകാർ പരംപിതാ പരമാത്മാ പെടാത്ത. ഈ ലോകത്ത് ആർക്കും തന്നെ നമ്മൾ ഈശ്വരൻ വന്ന് പഠിപ്പിക്കുകയാണ്, നിരാകാരനായ പരംപിതാ പരമാത്മാവ് വന്ന് പഠിപ്പിക്കുകയാണെന്ന് അറിയില്ല. ഭഗവാൻ വാച തുമക്കോ രാജ്യോഗ സിഖിലാക്കർ നരസേ നാരായൺ ബനാത്താം. ഈശ്വരനാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് നരനിൽ നിന്നും നാരായണനാക്കുകയാണ്. ഏത് യോഗ ബഡാ നാമിഗ്രാമി. ഭാരതത്തിന്റെ യോഗം വളരെ പ്രശസ്തമാണ്. മനുഷ്യ വിനാശി ധൻകാ ദാനപുണ്യ കർത്തേഹ്യത്വ രാജായി ധർമ്മം അച്ഛ ജന്മ. ചിലര് അവർക്ക് ലഭിച്ച നശിച്ചു പോകുന്ന ധനമാണെങ്കിലും അത് ദാനം ചെയ്യും, അതിന് സമ്പൂർണ്ണമായിട്ട് ദാനം ചെയ്യുന്ന ചിലരുണ്ട്. അവരൊക്കെയാണ് വരും ജന്മത്തിൽ വലിയ വലിയ വീടുകളിൽ പോയി രാജകുടുംബത്തിലൊക്കെ പോയി ജനിക്കും. യഹം തത്വം ജന്മം കാ വാരസ പാരൻ. ഇവിടെ നമ്മള് ജ്ഞാനദാനമാണ് ചെയ്യുന്നത്, പിന്നെ കർമ്മണ എല്ലാ സേവനം ചെയ്യും. ബാബ പറയണം, 21 ജന്മത്തേക്ക് ബാബ സുഖം. തും സബ് കുച്ച് ദാൻ കർത്തേ ഹോ 21 ജന്മവും കഴിയും. നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് 21 ജന്മത്തെ പ്രാപ്തിക്കുണ്ടാവും. फिर कोई भी पद पाने के लिए पुरुषार्थ नहीं करना पड़े. പിന്നെ ബാബ പറയണു, പ്രത്യേകിച്ച് ഒരു പദവിക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കേണ്ടി വരില്ല. പദ ഫിക്സ് ഹോ ജാതാ ഹെ. ഇവിടെ നമ്മൾ എത്രത്തോളം സേവ ചെയ്യുന്നു അത്രത്തോളം പദവി ഫിക്സഡ് ആണ്. अभी तुम अपना वर्षा बाप से ले रहे हो, इसलिए बाबा कहते हैं अच्छी तरह पढ़ो तो जन्म जन्मांतर राजा बन. ബാബ പറയാണ്, കുട്ടികളെ നിങ്ങൾക്ക് ബാബയിൽ നിന്ന് സമ്പത്ത് കിട്ടാണ്, നല്ല രീതിയിൽ പഠിക്കും അല്ലെ. ബാബ എന്താ പറയുക? ഒന്നും നോക്കരുത്, നല്ല രീതിയിൽ പഠിക്കും, ജന്മജന്മങ്ങളിലെ രാജാവായി മാറും. ഇപ്പോഴില്ലെങ്കിൽ അഭിനഹിതോ അപ്പിനഹി, പിന്നെ ഒരിക്കലും. അപ്പൊ ഈ സമയത്ത് ബാബ പറഞ്ഞു, നന്നായിട്ട് പഠിക്കും. പഹലാ ജന്മം മിലേഗാഹി ഉഞ്ച്. ആദ്യ ജന്മം വളരെ ഉയർന്നതായിരിക്കും. പ്രജാക്കോബി ഉഞ്ച് മിൽത്ത. പ്രജകൾക്കും ഉയർന്ന ജന്മമാണ്. രാജായിമേ ദാസദാസ്യമാതി സബ്. ഒരു രാജാവ് എന്ന് പറയുമ്പോൾ രാജാവ് കൊട്ടാരത്തിൽ ദാസദാസികളും വേണം. ജിത്തന പഠേങ്കെ മഹാദാനി ബനേങ്കെ ഉത്തന കുഞ്ഞുബന്ധമായി. എല്ലാ പദവിയുടെയും ആധാരം സംഗമത്തിൽ ഈശ്വരൻ വന്നപ്പോൾ എത്രത്തോളം ഞാൻ എടുത്തു, എത്രത്തോളം നമ്മൾ മഹാദാനികളായി മാറി. ബാബ പറഞ്ഞു, അതിനനുസരിച്ചാണ് പദവി. ഒരിക്കലും ബാബ എന്ത് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഡ്രാമ എന്ത് ചെയ്തിട്ടില്ല? ഡ്രാമ ഒരിക്കലും ഡാഷ് ചെയ്തിട്ടില്ല. എന്ത് ചെയ്തിട്ടില്ല? നാഗരികമായി പറയും, എന്ത് ചെയ്തിട്ടില്ല? ഡ്രാമ ഒരിക്കലും, ബാബയും ഡ്രാമയും ഒരിക്കലും പക്ഷപാതം കാണിക്കും. ഒരാൾക്ക് ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്തു. ആർക്കെങ്കിലും ഈ ലോകത്ത് എന്തെങ്കിലും മേന്മകൾ ഉണ്ടെങ്കിൽ അതിന്റെ പിറകിൽ അവരുടെ തന്നെ കർമ്മങ്ങൾ. ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും ദുഃഖം ഉണ്ടെങ്കിൽ അതിന്റെ പിറകിലും അവരുടെ തന്നെ കർമ്മം. അവ പറയാണ്, ഞാൻ യാതൊരു കാര്യത്തിൽ ഇടപെടാം, അത് പ്രപഞ്ചത്തിന്റെ തീരുമാനമനുസരിച്ച്. ബാബ പറയണു, പഠിക്കുന്നതും ദാനം ചെയ്യുന്നതും അനുസരിച്ച് ഉയർന്ന പദവി കിട്ടും. ബാബാബി മഹാദാനി. ബാബ തന്റെ ജ്ഞാനം വച്ചുകൊണ്ടിരുന്നില്ല, അത് വന്നിട്ട് എന്ത് ചെയ്തു? നമ്മളിലേക്ക് എറിഞ്ഞു. സബ്കോ സാഹുക്കാർ ബനാ ദേത്തെ. എല്ലാവരെയും ബാബ പണക്കാരാക്കാം.
സുഖ് അവർ ശാന്തി കാ വർഷ ദേത്തെ, സുഖത്തിന്റെയും ശാന്തിയുടെയും സമ്പത്ത് നൽകാൻ. പഹലെ പഹലെ സുഖമേ ഹി ആത്തെ സബി സുഖി രഹത്തെ തെ ക്യോങ്കി പഹല സമയ തമോപ്രധാൻ ഒരു രജോ ഒരു തമോമേ ആത്തെ. ആദ്യം ബാബ പറയണു എല്ലാവരും സുഖത്തിലേക്ക് വരും, എല്ലാവരും സുഖമായിരിക്കും. പിന്നീട് ബാബ പറയണം പതുക്കെ രജോയിലേക്ക് കടക്കും, പതുക്കെ തമോയിലേക്ക് കടക്കും. അപ്പോൾ പതുക്കെ ദുഃഖത്തിലേക്ക്. സുഖവും ദുഃഖവും എല്ലാവർക്കും. മുൻകാ കാര്യം ദുഃഖമില്ലെങ്കിൽ ബലം കിട്ടത്തില്ല. സുഖത്തിന്റെ മാത്രം അനുഭവത്തിൽ കൂടി പോയാൽ അത് ശരിയല്ല. അപ്പൊ അവരുടെ രാത്രിയും പകലും ഉഷ്ണവും ശീതവും ഒക്കെ ഉണ്ടാവും. ഉൻകാ പാർട്ട് അപ്പന അവർ ഹമാരാ പാർട്ട് അപ്പന, അവർക്ക് അവരുടെ പാർട്ട് നമ്മുടെ പാർട്ട്. ജോ ഈസ് ധർമ്മക്കേക്ക് ഉൻകാ ഹി സ്ഥാപനം ലഭിക്കാം. ഈ ധർമ്മത്തിൽപ്പെട്ടവരെ ഇവിടെ കൊണ്ടുവരാൻ പറ്റും, ഇല്ലാത്തവർക്ക് വരാൻ പറ്റില്ല. തും ജബ് സമ്പൂർണ്ണ ബൻ ജായെങ്കിൽ ഛട്ട് ഞാൻ ജായെങ്കിൽ ഇത് ഹമാരെ ധർമ്മക്കാഹി ഉപ്പാനാണ്. നമ്മൾ സമ്പൂർണ്ണമാകുമ്പോൾ ഒരാളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് നമ്മുടെ ധർമ്മത്തിൽപ്പെട്ടതാണോ അല്ലയോ എന്ന കാര്യം. തും ബച്ചെ സബ്കോ സമझाते हो कि बाबा नई दुनिया रचते तो भारत को ही वर्षा मिला था फिर गुम हो गए. നമ്മളിത് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ ഇതും പറഞ്ഞു കൊടുക്കണം. ഈശ്വരൻ പുതിയ ലോകം രചിച്ചപ്പോൾ അത് ഭാരതത്തിനാണ്, ഭാരതമാണ് സ്വർഗമായത്. ഇപ്പൊ അതില്ല, പിന്നെ പോകും. ഡ്രാമ അനുസാർ വർഷ ലേന ബീഹ്യത്തോ ഗമ്മാന. ഇന്ന് ഭാരതം വളരെ ദരിദ്ര രാജ്യമാണ്. ബാബ പറയാണ് ലഭിച്ചത് ഒരു ദിവസം പോകാൻ, സ്വർഗം ഒരു ദിവസം. ഏത് ചക്ര ചൽത്താ രഹത്ത. ഇത് ബാബ പറഞ്ഞു ഈ ചക്രമാണ്, ഈ ചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഈ സമയം അമ്മനെ വർഷ ഗവ്വായാകെ അപുരസേലരഹ. ഇപ്പൊ സമ്പത്ത് ഇല്ലാത്ത സമയമാണ്. ആ സ്വർഗത്തിന്റെ സമ്പത്ത് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബാബ പറഞ്ഞു ചക്രം തിരിയുമ്പോൾ നമ്മുടെ കയ്യിൽ. लक्ष्मी नारायण के राज्य का किसको भी पता नहीं है, इसलिए पूछा जाता है कि लक्ष्मी नारायण को एक राज्य कब और कैसे मिला. ആർക്കും ലക്ഷ്മി നാരായണനെ കുറിച്ച് അറിയില്ല, എന്നാൽ വിഷ്ണു ഭക്തിയുണ്ട്. അപ്പോൾ ആളുകളോട് ചോദിക്കണം ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യം എന്നായിരുന്നു, അത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? എഴുതിയ തെറ്റാ. जैसे उन्होंने कृष्णा को आगे रख लक्ष्मी नारायण को गुम कर दिया है और हम फिर लक्ष्मी नारायण को आगे रख कृष्णा को गुम कर देते. അവര് കൃഷ്ണനെ മുമ്പിൽ വെച്ച് ലക്ഷ്മി നാരായണനെ ഒന്ന് മറച്ചു കളഞ്ഞു. നമ്മൾ ലക്ഷ്മി നാരായണന് മുന്നിൽ വെച്ചിട്ട് കൃഷ്ണനെ ഒന്ന് മറയ്ക്കണം. നമ്മുടെ ലക്ഷ്യമായിട്ട് കാണിക്കുന്നത് അതിൽ നിന്നും നാരായണനാകാൻ, നാരിയിൽ നിന്നും ലക്ഷ്മിയാകാൻ. എന്ന് പറഞ്ഞാൽ പൂർണ്ണത വരുന്നത് എപ്പോഴാണ്? ഗൃഹസ്ഥാശ്രമത്തിലേക്ക് കടക്കുമ്പോഴാണ്. ഒരു കുട്ടിയെ പൂർണ്ണന എന്ന് പറയാൻ പറ്റും. രാജാവാകണം, പാകത വന്ന് രാജ്യം ഭരിക്കാൻ തുടങ്ങുമ്പോഴേ അങ്ങനെ ആവും. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ലക്ഷ്മി നാരായണന് കൂടുതൽ വയ്ക്കുന്നത്, കൃഷ്ണ കാണിക്കാതിരിക്കുന്നില്ല. ലക്ഷ്മി നാരായൺ തോ ഹായ് ഹി സത്യത്തിൽ നാരായണ ഉപാജ തോ സത്യം. ലക്ഷ്മി നാരായൺ സത്യത്തിലാണ്. ബാബ പറഞ്ഞു ഈ കലിയുഗത്തിൽ വന്നിട്ട് നാരായണന് സംസാരിക്കാൻ പറ്റില്ല, നാരായണ ഉപാജ എന്നില്ല, ഭഗവാൻ ഉപാജ. ബാബ കാത്തെ മേം ആതാ ഹി ഹും സംഗം പർ. ബാബ പറയാണ് ഞാൻ വരുന്നത് എപ്പോഴാണ്? ബാബയുടെ സത്യത്തിൽ ഞാൻ വരില്ല, നല്ല കാലത്ത് ഞാൻ വരില്ല, രാത്രിയുടെ അവസാനം. കൃഷ്ണ ജയന്തിയാണ്, ഗാന്ധി ജയന്തിയാണ്, ശിവ രാത്രിയാണ്. ബാബ ഞാൻ രാത്രി ദുഃഖത്തിന്റെ കാലത്ത് എന്ത് ചെയ്യും? സുഖത്തിന്റെ കാലത്ത്. ലക്ഷ്മി നാരായണനെ ജരൂർ ആകെ ജന്മമേ സംഗം പർ ഹി രാജ്യ ലിയാ. അവ ലക്ഷ്മി നാരായണ ആ പദവി കിട്ടാനുള്ള കാരണം ബാബ പറയുന്ന മുജ്ജന്മത്തിൽ എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുമ്പോൾ, എല്ലാവരും എന്നെ മറന്നിരിക്കുമ്പോൾ, എല്ലാവരും ഞാൻ മറന്നിരിക്കുമ്പോൾ, ഞാൻ ഭൂമിയിൽ വന്നപ്പോൾ എന്നെ തിരിച്ചറിഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിച്ചതിന്റെ ഫലമാണ് അവർക്ക് ആ പദവി. അല്ലാണ്ട് കർമ്മക്ഷേത്രത്തിൽ കർമ്മം ചെയ്യാണ്ട് പദവിയില്ല. ലക്ഷ്മി നാരായൺ ഹി 84 ജന്മ ഭോഗ് അബ് അന്തിം ജന്മമേ. പിന്നെ അവരെങ്ങനെ ബ്രഹ്മാവ് സരസ്വതിയും അവര് തന്നെ ജന്മങ്ങൾ എടുത്തെടുത്ത് തമോപ്രധാനമായി ബാബ പറയാണ് താഴെ. അപ്പോൾ ഞാൻ വന്ന് ജ്ഞാനം കൊടുത്തപ്പോൾ ബ്രഹ്മാവ് സരസ്വതിയുമായി. ലക്ഷ്മി നാരായൺ കോ ബി രാജ്യ ദേനേവാല ജരൂർ കൊയ് ഹോഗാന. അപ്പോൾ ലക്ഷ്മി നാരായണന്മാർക്ക് രാജ്യം കൊടുത്ത ഒരാൾ ഉണ്ടാവണം. ഭഗവാനെ അപ്പൊ അത് അതിനേക്കാൾ നാരായണൻ വെച്ചാൽ ഏറ്റവും മുകളിലുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും തന്റെ നാരായണാക്കിയെങ്കിൽ ബാബ പറയുന്നു അവിടെ നാരായണ ഉപാചയല്ല, തന്നെത്താൻ ആകാൻ പറ്റില്ല. അതിന് മുകളിലൊരാൾ വന്നിട്ട്, അതിന് മുകളിലുള്ള ആരാണ്? ശിവൻ, ദേവാദിദേവൻ, രാമേശ്വരൻ, ഗോപേശ്വരൻ എന്ന് പറയുന്ന എല്ലാവരുടെയും ഈശ്വരൻ. ഈ സമയത്തും ബിൽക്കുൽ ഹി ബേഗർക്കും ഒരു പ്രിൻസിപ്പൽ. ഈ സമയത്ത് നമ്മള് ഒന്നുമില്ലാത്തവർ, നമ്മൾ കണ്ട ആൾക്കാർ പറയും ഒരു രാജ്യം മാറ്റാൻ പോലും, ലോകം മാറ്റാൻ പോലും ദേവതകളായാലും ഇല്ല, ഒന്നുമില്ല. ബാബ പറയാണ് പക്ഷെ നമ്മൾ ദേവതകളാവും, രാജകുമാരന്മാരാണ്. പ്രിൻസിക്കാത്തോ ജരൂർ രാജ മഹാരാജാക്ക് ജന്മ പോകും. രാജകുമാരൻ ജനിക്കണേ രാജാവ് വേണ്ടേ? अभी तक भी कोई अच्छे अच्छे राजाए जिनका प्रजा पर बहुत प्यार है. ഇന്നും ബാബ പറഞ്ഞ ലോകത്തെ രാജാക്കന്മാരൊക്കെ ഉണ്ട്, പ്രജകളോട് നല്ല സ്നേഹമാണ്. अभी तुम जानते हो हम राज्यों को सीख रहे हैं जिससे हम राज्य भाग्य पाते. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ രാജയോഗം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിലൂടെ നമ്മൾ രാജ്യഭാഗ്യം നേടും. हमको यह निश्चय है क्योंकि यह अनादि ड्रामा. നമുക്കിത് ഉറപ്പുള്ളൊരു കാര്യമാണ്. എന്തുകൊണ്ടെന്നാൽ
അനാദിയായ നാടകത്തിൽ സത്യയുഗം വന്നേ മതിയാകൂ, കലിയുഗം പോയേ മതിയാകൂ, നമ്മൾ ദേവതകളാകും. ഉറപ്പുള്ള ഒരു കാര്യം. ഉറപ്പുണ്ടോ? എന്തിന്? ഇതിന് ഉറപ്പില്ലാത്തതാണ്. ഹാർ ജിത്ത് കാ ഖേൽ ഹി. അവർ ഇത് തോൽവിടം ചെയ്യരുത്. നമ്മൾ തോറ്റിരിക്കുകയാണ്, അപ്പൊ അവർ നമ്മൾ ചെയ്യും അല്ലെ? ഇത് അങ്ങനത്തെ ഒരു കളിയാണ്. ജോ ഹോത്താഹി വകട്ടി, എന്താണോ നടക്കുന്നത് അവർ അത് ശരിയാണ് നടക്കേണ്ടത്. ക്യാ ക്രിയേറ്റർ കോ ഡ്രാമ പസന്ത് നഹി ഹോ. ബാബ പറഞ്ഞ എന്താ? സൃഷ്ടാവിനെ നാടകം ഇഷ്ടമല്ലേ? ജരൂർ പസന്ത് ഹോക. അവർ ഉണ്ടാക്കിയ ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കും. तो क्रिएटर के बच्चों को भी पसंद होगा. അപ്പോൾ സൃഷ്ടാവിന്റെ കുട്ടികൾക്ക് നാടകം ഇഷ്ടമായിരിക്കണം. ഹം ഘൃണ കൊയ് സേ നഹീ കർ സക്തേ. നാടകം ശരിയായിട്ട് മനസ്സിലാക്കുമ്പോൾ ആരോട് നമുക്ക് ബാബ എപ്പോഴും എന്താ പറയുന്നത്? എത്ര രാവണനാണെങ്കിലും, എത്ര നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവരാണെങ്കിലും, എത്ര നമ്മളെ വെറുക്കുന്നവരാണെങ്കിലും, എത്ര നമ്മളെ ഉയരാൻ സമ്മതിക്കാത്തവരാണെങ്കിലും അവർ വെറുക്കും അല്ലെ? ബാബയുടെ ശ്രീമതം എന്താണ്? വെറുക്കും. അപ്പൊ ബാബ പറയാണ് ഇത് ഡ്രാമയിൽ അങ്ങനെ ഉണ്ട്, അതിനെതിരെ വെറുക്കുന്നത്. ഏകത്തോ സമച്ചത്തേക്ക് ഭക്തി കാബി ഡ്രാമയും പാർട്ടി. ആളുകൾ ഇപ്പോഴും ഭക്തി ചെയ്തുകൊണ്ടിരിക്കുക, അന്ധവിശ്വാസങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. അത് ഭക്തിയിൽ പാർട്ടുണ്ടെന്നേ. ഡ്രാമ സാര അച്ചാഹി. ആട്ടാളന്മാരുണ്ട്, അവരെന്തെല്ലാം ഭക്തി ചെയ്തു. അവരുടെ ഡ്രാമ എല്ലാം വേണം. പൂര ഡ്രാമക്കോ കഹേങ്കെ. ഡ്രാമ മോശമാണെന്ന് എന്തിനാ പറയുന്നത്? ഡ്രാമ കാ രാസ ബുദ്ധി മേ ഹേ ജോ തുംകോ സമച്ചാത്തി. ഡ്രാമയുടെ രഹസ്യം ബാബയുടെ ബുദ്ധിയിലുണ്ട്, അതാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അഭി ഭക്തി കാ പാർട്ട് പൂരാ. ഇപ്പോൾ ഭക്തിയുടെ പാർട്ട് പൂർത്തിയായി, ഒക്കെ തീരും. അപ്പൊ പുരുഷാർത്ഥക്കാർ ബാപ്സെ മനസ്സാലെ. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവർ ഭക്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തി വിമർശിക്കാനും കൊണ്ട് സ്നേഹിക്കാനും. ആരെങ്കിലും എന്തെങ്കിലും കാണിക്കും, കള്ളുപിടിക്കുന്നവർ കള്ളുപിടിക്കും. എന്തായാലും എവിടുന്ന് സമാധാനം കിട്ടുന്നില്ല. അവർക്ക് കള്ളുപിടി സമാധാനം കിട്ടുന്ന അങ്ങനെ കുട്ടികളുണ്ട്. വെട്ടാൻ കുത്താനും പൊക്കോ, എല്ലാത്തിനും പൊക്കോ, അവർ ഒരു പോട്ടെ. അതുകൊണ്ട് നമ്മളിരിക്കേണ്ട, നമ്മൾ പുരുഷാർത്ഥം ചെയ്ത് നമ്മളെ രക്ഷപ്പെടുത്താൻ. കേൾക്കുന്നുണ്ടോ കാര്യം? കേൾക്കുന്നുണ്ട്. എഴുന്നേറ്റ് പ്രേം ആലോചിച്ചു കാലത്ത് എഴുന്നേറ്റ് അമൃതവേള കുറച്ചു നേരം കിടക്കാൻ. ബാബ പറയാണ് കുട്ടികളെയൊക്കെ ആസുരീയ സമ്പ്രദായമാണ്. ഇതിനോടൊന്നും ഇസ്മേ ഘൃണാക്കി ബാത്തിനാക്കി. ഇതിനോട് എന്തിനാ വെറുപ്പ് വയ്ക്കേണ്ട കാര്യം? ആരും വെറുക്കുന്നു. നമ്മളോട് എന്തെല്ലാം ആളുകൾ കാണിക്കും. നല്ലത് ചെയ്താലും തിന്മ കാണിക്കും, കൃതജ്ഞത കാണിക്കേണ്ടത് കൃതജ്ഞത കാണിക്കും, ചിലപ്പോൾ വായിരിക്കുന്നത് പറയും. അവരുടെ ബ്രഹ്മ ബാബയെ കുട്ടികൾ പോലും ധാരാളം ബുദ്ധിമുട്ടി കുപ്പിയിട്ടുണ്ട് അല്ലെ? വഴക്ക് പറഞ്ഞു. 14ാമത്തെ വർഷം ചപ്പാത്തി കൊടുത്തില്ല എന്ന് പറഞ്ഞു ബാബയെ വഴക്ക് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ എന്ന് പറഞ്ഞിട്ട് എന്താ ചപ്പാത്തി കിട്ടാൻ? 14 വർഷം ചപ്പാത്തി കൊടുക്കും. ബാബയുടെ പൈസ എടുത്തിട്ട്. ബാബയ്ക്ക് ബാബയുടെ പൈസ തന്നെ, ബാബ കിട്ടിയപ്പോ തന്നെ ശിവബാബയ്ക്ക് സമർപ്പിച്ചു. 14 വർഷം പാലിച്ചു. അവസാന യജ്ഞത്തിനെതിരെ ദാരിദ്ര്യം ഒരു പരീക്ഷണം വന്നു. അപ്പൊ റിയാക്ഷൻ 300 പേർക്ക് റൊട്ടി കൊടുക്കണേൽ 3 റൊട്ടി വെച്ചാൽ 900 റൊട്ടി ഉണ്ടാകും. അത് 3 നേരം കൊടുക്കണം. അപ്പൊ ലാസ്റ്റ് ഒന്നുമില്ല. അപ്പൊ ബാബ പറയുന്ന 2 റൊട്ടി കൊടുക്കാം, ചിലർക്ക് 1 റൊട്ടി കൊടുക്കും, ചിലക്കെന്ന് വെച്ചാൽ ചില ദിവസങ്ങൾ. അപ്പൊ ചിലര് പറയും ഓ ഇത് ദൈവത്തിന്റെ തോന്നുന്നു, അത് നമുക്കൊരു വയസ്സൊക്കെ വയ്യ. അപ്പൊ ബാബ വഴക്ക് പറഞ്ഞിട്ടാ പോകുന്നത്. നേരെ പോയോ ബാബയ്ക്ക് എന്തെങ്കിലും ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ബാബ അത് ആർക്കെങ്കിലും കൊടുക്കും. അപ്പൊ ബാബയ്ക്ക് ഒരു കർച്ചീവ് കിട്ടിയപ്പോ ബാബ അത് കുട്ടി വേറെ കുട്ടിക്ക് അത് ഇഷ്ടപ്പെട്ടു. ഇവിടെ പക്ഷപാതം അത് അവിടെ കൊടുത്തു, എനിക്ക് എന്തില്ല എന്ന് പറഞ്ഞാൽ ബാബ വഴക്ക് പറഞ്ഞിട്ട് ബാബ എന്ന് പറഞ്ഞു വാ ഇതൊക്കെ എനിക്ക് കേൾക്കണം അല്ലെ? ബാബ ചിലപ്പോ കുട്ടികളോട് പറയും, വഴക്ക് പറയുന്നത്. അതായത് ബാബ അത്രയും നിന്ദിക്കാനേ ബാബ നീ എന്റെ ഗുരുവാണ്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ പ്രയാസം ഉണ്ടാവും മനസ്സിലായി, അത് പഠിപ്പിച്ച ഗുരുവാണ്. അങ്ങനെ ബാബ കൈകാര്യം ചെയ്തു. ഒരിക്കലും തിരിച്ചൊന്നും പറയുകയില്ല, വെറുപ്പുണ്ടാവും. അപ്പൊ ബാബ പറയാണ് ഈ ഡ്രാമയിൽ ആരുടെ നിന്നെ വെറുപ്പ്? ഈശ്വരീയ സമ്പ്രദായ और ആസുരീയ സമ്പ്രദായ കേൾക്കി. ബാബ പറഞ്ഞു ഈശ്വരീയ സമ്പ്രദായത്തിന്റെയും ആസുരീയ സമ്പ്രദായത്തിന്റെയും കളിയാണ്. വഹുക്കൊയി അപ്പനെക്കോ ദുഃഖി സമുച്ചത്തെ തുടങ്ങി. നമ്മൾ വിചാരിക്കും ഈ വെട്ടും കുത്തും പോകുന്നവർക്ക് ദുഃഖമാണ്. ബാബ പറയണ അവർക്കും ദുഃഖമൊന്നുമില്ല. അവര് വെട്ട കുത്ത കൊണ്ടുവരുന്ന സംഘം അത് ഇതൊക്കെ കൂടി വരും. ബാബ അതിലൊന്നും കൂടുതൽ ഇടപെട്ടോ ആളുകൾ ദുഃഖിക്കും. അതൊന്നുമില്ല, അവർക്ക് വെട്ടുകുത്തായിട്ട് നടന്നില്ലെങ്കിൽ കുഴപ്പം. ഭക്തി കർത്തേ രഹത്തെ അവർ സമിച്ചത്തെ ഏകദിൻ ഭഗവാനാക്കാർ ഭക്തി കമൽ രഹ. ചിലർക്ക് ഇനി എന്ത് ജ്ഞാനം കിട്ടിയെന്ന് പറഞ്ഞാലും അവർക്ക് ഭക്തി ചെയ്യും. അവരോട് എന്ത് പറഞ്ഞാലും ഇവര് ഭക്തിയാണ് അല്ല. നമ്മൾ പ്രദർശനം ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചിലർ പറയും അപ്പോഴേ ആ ഹനുമാൻ ക്ഷേത്രത്തേക്ക് പരീക്ഷ എടുക്കും, അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് പിന്നെ വന്നിട്ട് സമയം ഉണ്ടെങ്കിൽ കേൾക്കാം പോട്ടെ. ബാബ പറയണോ അവർക്ക് ഭക്തിയാണ്. ഘർ ബൈഡെ കൊയ്യനെ കൊയ്യ രൂപമേ ഭഗവാൻ ആക്രമില്ല. അവർക്കൊരു വിശ്വാസമുണ്ട് ഏതെങ്കിലും രൂപത്തിൽ ഭഗവാൻ നമ്മുടെ അടുത്ത് വരും.
ആ ഒരു സന്യാസി ലോക സമയത്ത് അദ്ദേഹം ആപേഹി ചലേ ജായകി നിർമ്മാണം. ഇനി സന്യാസിമാർക്ക് ഭഗവാൻ വരണമെന്നില്ല. അവരെ വിചാരം ഞങ്ങൾ തന്നെത്താൻ അങ്ങ് ബ്രഹ്മത്തിലേക്ക് പൊക്കോളാം. अपने पुरुषार्थ से तत्व के साथ योग लगाते और समझते हम लीन होते. ഞങ്ങൾ പുരുഷാർത്ഥം ചെയ്ത് തത്വത്തിൽ പോയി ലയിച്ചോളാം എന്നാണ് അവരങ്ങനെ ഇരുന്നോട്ടെ. നമ്മൾ അവരെ പോയി ഇളക്കാൻ പോകേണ്ട കാര്യം. ദുനിയാമേം അനേക മതഹി ബാബാക്കറേക്ക് മതത്തെ. ലോകത്ത് പല പല അഭിപ്രായം അല്ലെ. ബാബ പറയണം അത് രാഷ്ട്രീയക്കാരുണ്ട്, അതൊക്കെ ഉണ്ടാവും. ബാബ പറയണം ഞാൻ ഒരു മതം പറയുന്നു, നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അത് സ്വീകരിക്കുക. പിന്നെ ആൾക്കാർ ഇത് തന്നെ കേൾക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർ അമൃതാനന്ദയുടെ അടുത്തോ സായിബാബയുടെ അടുത്തോ എവിടെയെങ്കിലും പോകും. ബാബ പറഞ്ഞു അവരെവിടെയെങ്കിലും വിടും. നിങ്ങൾ പോയി അവർക്ക് വട്ടം കയറി നിന്ന് അവർക്ക് പിന്നെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. എല്ലാവരും ഒക്കെ സമച്ചാത്ത ഏക ഡ്രാമ അനാദി ബന. ഈ ഡ്രാമ അനാദിയായിട്ടുണ്ടാകും. ശരിയുണ്ട്, സ്ത്രീയുണ്ട്, കുഞ്ഞുണ്ട്, സ്ത്രീയുണ്ട്. ബഹുത് ഹി സുന്ദർ നാടക ബനാകുക. വൈവിധ്യമാർന്ന അതിമനോഹരമായ ഒരു കളിയാണ്. ഡ്രാമാമേൻ ദുഃഖ സുഖ പാട്ട് നോണ്ടാകുക. നാടകത്തിൽ സുഖം ദുഃഖത്തിന്റെ പാട്ടുണ്ട്. ഏറ്റവും ഈ ലോകത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഖം ഏതായിരുന്നു? ലൈലാകൃഷ്ണ മുഖമായി. അതിനുപോലെ തെളിവുണ്ട്. കൊണ്ട് റൂമിൽ 2 കണ്ണാടി വയ്ക്കും. അത്ര ഇഷ്ടമല്ല പിന്നെ കണ്ണാടി വയ്ക്കും. അപ്പൊ ലൈലാകൃഷ്ണൻ എല്ലാവരുടെയും മുഖം എന്റെ പോലെ ആയിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ട് നമുക്ക് വെറുപ്പ്. എല്ലാ വീടും ഈ വീട് നമുക്കിഷ്ടം നമ്മുടെ വീടാണ്. പക്ഷെ എല്ലാ വീടുകളും ഇതുപോലത്തെ വീട്. നമ്മൾ പറയുന്നത് എന്തൊരു ലോകം, മഹാവിരസതയായി. അപ്പൊ അനവധി വൈവിധ്യങ്ങൾ, ഒരു മനുഷ്യന്റെ ചിന്തയ്ക്ക് അതീതമായ വൈവിധ്യം. എത്ര തരത്തിലുള്ള പക്ഷികളാണ്. പക്ഷി മാത്രം എടുത്താണല്ലോ എന്തൊരു മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചു. ഏതെല്ലാം രീതികളാണ് ഇവരുടെ. ബാബ പറഞ്ഞു ഡ്രാമ അപ്രിസിയേറ്റ്, ഡ്രാമയെ പോയി വിമർശിക്കരുത്. ഡ്രാമമേ ദുഃഖ സുഖക്കാ പാട്ട് നോന്താകുക. ബാബ സുഖം ദുഃഖത്തിന്റെ ഒക്കെ പാട്ടിനകത്തുണ്ട്. ജിസേ ദേക്ക് ബഹുത്ത് ഖുഷി ഹോത്തി. ബാബ പറഞ്ഞു ദുഃഖം കണ്ടിട്ട് സന്തോഷിക്കും, അത് ഡ്രാമയാണ്. ഈ പരിധിയില്ലാത്ത നാടകം അതിമനോഹരമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. സ്വത്തോ സത്തോ പസന്ത് ഹിയാനാചാഹി. അതുകൊണ്ട് ബാബർ ഈ നാടകത്തെ ഞാൻ ഇഷ്ടപ്പെടുന്നു. ദിൻവി അച്ഛാത്തോ രാത്രി അച്ഛ. പകല് സത്യത്രയദായകം നല്ലതാണ്. ദ്വാപരം മുതലുള്ള ഇരുട്ട് അത് നല്ലതാണ്. ഖേൽഖേന കളിയല്ലേ, കളി എന്ന് പറയുമ്പോൾ പിന്നെ നല്ലതല്ലേ. ജൻദേഹെ അപരാത്ര പൂരി. ഈ രാത്രി തീരുമെന്ന് നമുക്കറിയാം. ഹംകോ ദിൻമേ ജാക്കർ ഊജ്ജബത്. ഇപ്പൊ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? പകലിൽ സത്യത്തിൽ പോയി ഉയർന്ന പതിനെ നടത്തും. നാരാസ് ക്യാ ഹോഗി ഡ്രാമ ജോ പാട്ട് മില വക്തം ബജാനായി. എന്തിനാണ് വെറുപ്പ് വയ്ക്കുക? എന്തിനാണ് നീരസം? നമ്മളോട് ചിലർക്ക് നമ്മളോട് നീരസം. എന്റെ പാട്ട് എങ്ങനെയായി? അവർ എന്തിനൊക്കെ പറയേണ്ട കാര്യം? കിട്ടിയ പാട്ട് നന്നായിട്ട് അഭിനയിക്കുക. ബഹുത് അച്ഛ ഡ്രാമ ഇസ്കോ ഖരാബ് കഹിനഹിച്ച. ഇത് വളരെ നല്ല നാടകമാണ്, മോശം എന്ന് പറയും. ഏക കേൾക്കപ്പോ ബന്ധു ഒത്താഹിനെ. നമ്മൾ പറഞ്ഞത് നിൽക്കാൻ പോകും. വേറെ ഈ നാടകത്തിന് ഒരിക്കലും അവസാനം ഉണ്ടാവില്ല. ബഹുത് ഫസ്റ്റ് ക്ലാസ് സ്കെയിൽ. ഈശ്വരൻ പറയാണ്, അധികാരി പറയാണ്, അത് 1-ാം തരം കളിയാണ് കളിച്ചത്. എനിക്കോ ജാനേസെ ബുദ്ധി ഭർപ്പൂർ. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ബുദ്ധി നിറയും. ജയ്സെ ബാബ നോളജബിൾ ഹേ വൈസെ ബച്ചേ ബി നോളജബിൾ. ബാബ നോളജബിൾ ആയതുപോലെ ഈ സമയത്ത് കുട്ടികൾ നോളജബിൾ ആണ്. कितना समय सुख कितना समय दुख पाना है एक भी तुम सब जानते हो तब तो कहते वाह प्रभु. എത്ര കാലം ദുഃഖം എത്ര കാലം സുഖം, ഇതെല്ലാം ഇപ്പൊ നമുക്ക് മനസ്സിലായി. അതുകൊണ്ടാ പറയുന്നത് പ്രഭു എന്റെ ലീല അവരപകാരം. പ്രഭുക്ക് രചന ജരൂർ അച്ചീഹിക്കും. ദൈവം ഉണ്ടാക്കിയത് വളരെ നല്ലതായി. ദൈവം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഇത് തന്നെ ഒരു ദൈവം. ഈ പ്രപഞ്ചം തന്നെ ഒരു ദൈവം. അതിന്റെ അധികാരിയുണ്ട്. അവർ അധികാരിക്ക് ഇഷ്ടമാണ് പ്രപഞ്ചം വളരെ നല്ലത്. ഉസ്കോ ഖരാബ് കാഹിയ. ആരാണ് പറയുന്നത് ലോകം ശരിയല്ല? ഡ്രാമാമേൻ ജോ പാട്ട് മിലാ ഹുബാഹി ഓത്തോ ബജാനാഹി. നമുക്ക് എന്ത് പാട്ടാണോ കിട്ടിയത് അത് അഭിനയിക്കുക. നമ്മുടെ അത് എങ്ങനെ ആക്കിയെടുക്കണമെന്ന് ബാബ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ അഭിനയിക്കേണ്ടത്? ഈ സമയത്ത് സുഖം, ഈ ദുഃഖത്തിന്റെ സീനുകളിൽ അങ്ങനെ പോകണം. അത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ. അതല്ലാണ്ട് എനിക്ക് ഞാൻ പ്രകാശ് പണിയുടെ ആദ്യം പാട്ട് കിട്ടിയില്ലല്ലോ അല്ലെ, ഞാൻ ഇതിന്റെ ഡിസ്ട്രിക്ട് ഇൻചാർജ് ആയിരുന്നെങ്കിൽ ഞാൻ എന്തെല്ലാം ചെയ്തേനെ, ഞാൻ അത് ചെയ്തേനെ, ഇത് ചെയ്തേനെ, മറ്റേത് ചെയ്തു. ബാബ പറഞ്ഞു നീ വാർഡ് കൗൺസിലറായിട്ട് മര്യാദയ്ക്ക് അഭിനയിക്കാൻ തോന്നും. പ്രധാനമന്ത്രിയായി എന്ത് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് ആ പദവിയെ കുറിച്ച് ചിന്തിക്കാണ്ട് നമ്മൾ വാർഡ് കൗൺസിലർ മര്യാദയ്ക്ക് ചെയ്താൽ പോലെ പ്രിൻസിപ്പൽ ചെയർമാൻ ആകുന്നോ നമുക്ക് കിട്ടിയ പാട്ട് മാറ്റില്ല. അതാണ് സന്തോഷം, അതാണ് തൃപ്തി. ഏത് കേൾ കബി ബന്ധു പോലാഹി. ബാബ പറഞ്ഞു ഈ കളിയൊന്നും തീരാനും പോണില്ല. എനിക്കോ ജാനിനേസെ മജാഹി മജ അല്ലെ, പാട്ടിന്റെ വലിപ്പോലെ തോന്നും. അതൊക്കെ മാറി ഇറങ്ങി. ബാബ പറയണം പാട്ട് എങ്ങനെ അഭിനയിക്കും? ബാബ പറയാണ് ഇതില് ആനന്ദനാണ്. ഭക്തിമേ സത്യവും രാജായിക്ക പദാഭിനയിക്കും. ഭക്തിയിൽ ബാബ പറയുന്നത് സത്യത്തിന്റെ ആ രാജ്യത്തെ കുറിച്ചൊന്നും നമുക്ക് ഭക്തിമാർഗത്തിൽ അറിയില്ല. സത്യത്തിൽ നമ്മുടെ ദേവതയെ അറിയില്ല. സത്യയുഗി രാജായിമേ ഫിർ ഭക്തി കാ പദാ ഹി നഹീ രഹ.
ഇനി സത്യരാജ്യം ഭരിക്കണമെങ്കിൽ ഭക്തി വരാൻ പോണെന്ന് അറിയാം, അതും അറിയാൻ പാടില്ല. ഭക്തി में भी कितने सुंदर गीत गाते प्रभु तेरी लीला विचित्र. ഈ ഭക്തി മാർഗത്തിൽ ബാബ പറഞ്ഞു എത്ര നല്ല പാട്ടുകളൊക്കെ ഉണ്ട്. പ്രഭു നിന്റെ ലീല ആത്മവിദ്യാലയം എന്നൊക്കെ സുന്ദരമായിട്ട് പാടുന്ന ആത്മവിദ്യാലയം യാത്രയിൽ ഇതെല്ലാം നല്ല പാട്ടുകളാണ്. അവരുടെ ഭക്തി മാർഗത്തിൽ ഈ രാത്രിയിൽ നമ്മൾ കുറെ പാട്ടൊക്കെ പാടിയില്ലേ, ഇതൊക്കെ രസമല്ലേ. ഏത് തും ബച്ചേ ഹി സമझ सकते हो और कोई इस लीला को जानते ही नहीं. ഇതെല്ലാം കുട്ടികളെ അറിയത്തുള്ളൂ, വേറെ ആർക്കെങ്കിലും ഈ ലീലയെ കുറിച്ച് എന്തെങ്കിലും ആൾക്കാർക്ക് പാട്ട് പാടാണെങ്കിൽ ദുഃഖമാണ്, മത്സരമല്ലേ, ഡാൻസ് കളിക്കുകയാണെങ്കിൽ ദുഃഖമാണ്, ഒക്കെ മത്സരം. സേവ ചെയ്യുകയാണെങ്കിലും മത്സരം. അപ്പൊ ഒരു സന്തോഷം ഉണ്ടാകും. മത്സരം എന്ന മത്സരം എങ്ങനെയെങ്കിലും എനിക്ക് എങ്ങനെയും തുഴഞ്ഞു കയറാം. വേറെ കയറിക്കോ, അല്ലാതെ നേരെ ചൊവ്വേ കയറിയാ പിന്നെ എന്തിനേയും തുഴഞ്ഞു കയറാം. ബാബാ സെ ഹംകോ കിतना वर्षा मिलता. ബാബയിൽ നമുക്ക് എത്ര സമ്പത്ത് കിട്ടും. സാരാ ദിൻ ബുദ്ധി में ख्याल चलना चाहिए कैसे वंडरफुल. ബാബ പറയാണ് എപ്പോഴും ഇത് ചിന്തിക്കും, ഇതെന്തൊരു കളിയാണ്. ഈ കളി കുറച്ച് ആകാശത്തേക്ക് നക്ഷത്രത്തെ ഒരു ഇലയെടുത്ത് നോക്കിയാണ് ഒരു അത്ഭുതം. വണ്ടർഫുൾ ഇസ്കി സമझാൻ, ഇതൊരു അത്ഭുതകരമായി അറിയാം. ബാബ की लीला कितनी अच्छी. ബാബയുടെ ലീല എത്ര നല്ലതാണ്. तुम इस बेहद के नाटक को जानते हो, पर जो पद मिलता है उनको भी देख हर्षित होते हो. മനുഷ്യ നാടകം देख खुश होते हैं ना. നമുക്ക് ഈ പരിധിയില്ലാത്ത നാടകം മനസ്സിലായി. എന്ത് പദവിയാണോ ലഭിച്ചത്, ബാബ പറഞ്ഞു അത് കണ്ട് സന്തോഷിക്കണം. മനുഷ്യര് ഈ നാടകം കണ്ട് സന്തോഷിക്കാറുണ്ട്. വെറൈറ്റി നാടകം ഹോത്തെ ഏകീയ നാടകം. അവിടെ കണ്ടമാനം നാടകം, ഇത് ഒരു നാടകം. ഈ നാടകത്തോ ജാനനേസെ വിശുദ്ധ മാനിക്കപ്പെട്ട ഈ നാടകത്തെ പൂർണ്ണതയോടുകൂടി മനസ്സിലാക്കുന്നവർ വിശുദ്ധന്റെ അധികാരികളായിട്ട് മാറും. കിത്തനി വണ്ടർഫുൾ ബാത്ത്, എത്ര അത്ഭുതകരമായ കാര്യമാണിത്. ബാബ ദ്വാര തുമ്നെ ഹി ജാനാഹി. ബാബയിലൂടെ നമ്മളെ ഇത് അറിയുള്ളൂ. ഇൻ ബാത്വമേ രമൺ കർണപ്പെടുത്ത, ഇതല്ലേ ബാബയുടെ രമി. ജ്ഞാനം മനനം ചെയ്ത് വിഷ്ണു കിടക്കുന്ന എങ്ങനെയാ, അവർ അതുപോലെ രമിച്ച് കിടക്കണം. ഗൃഹസ്ഥ വ്യവഹാരമേ രഹത്തെ ദോ ദിൻ കണ്ടാ നികാലിയ നാടകത്തെ. കുടുംബജീവിതം നയിക്കുന്നവരും 2-3 മണിക്കൂറൊക്കെ നാടകവും സിനിമയൊക്കെ കാണാൻ പോകാറില്ലേ. വഹബി കിസിസെ പൂച്ചാ ജാത്താ ഹെ ക്യാ, ബുദ്ധിമേം ബാഠ് ജാത്താ ഹെ. അതൊക്കെ ബുദ്ധിയിൽ ഇരിപ്പുണ്ടാവും ആ നാടകമൊക്കെ. വൈസെ യഹബി നാടകത്തെ ഏറ്റവും ഭൂലിനാ ചായി. അതേപോലെ ഈ പരിധിയില്ലാത്ത നാടകത്തിന്റെ ആധിപത്യാന്തം പറഞ്ഞു തന്നു. അത് ഷോർട്ടായിട്ട് ബുദ്ധിയിൽ എപ്പോഴും ഉണ്ടാവണം. ഇസ് ചക്ര की स्मृति तो बिल्कुल ही सहज है, इसको कोई नहीं जानती. ഈ ചക്രത്തിന്റെ സ്മൃതി വളരെ എളുപ്പമാണ്. നമുക്ക് ആർക്കും നാടകം അറിയില്ല. എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത്, നാടകം ഒറ്റ വാക്കിൽ ഫുൾ സ്റ്റോപ്പാണ്. തും ബുദ്ധി സേ ജാനത്തെ ഹോ और ദിവ്യ ദൃഷ്ടി സേ ദേഖത്തെ ഹോ. നമ്മളിത് ബുദ്ധി കൊണ്ട് അറിയുന്നു, ദിവ്യ ദൃഷ്ടി കൊണ്ട് കാണുന്നു. ആകെ ചൽ और बहुत ही കുറെ കഴിയുമ്പോൾ അതിമനോഹരമായ രംഗങ്ങൾ ഈ ലോകത്ത് വരും. अच्छा मीठे मीठे सिखिलते बच्चों प्रति माता पिता बाप दादा का याद प्यार और गुड मॉर्निंग. रूहानी बाप की, रूहानी बच्चों नमस्ते, रूहानी बच्चों की, रूहानी बाप दादा को याद प्यार गुड मॉर्निंग और नमस्ते. ധാരണയ്ക്കുള്ള പ്രധാന കാര്യങ്ങൾ. ബാബ് സമാൻ മഹാദാനി ബനാകെ, ബാബയെ പോലെ മഹാദാനിയായി. സബ്കോ സുഖ ശാന്തി കാ വർഷ ദേനാ ഹെ. എല്ലാവർക്കും സുഖത്തിന്റെയും ശാന്തിയുടെയും സമ്പത്ത്. എല്ലാവർക്കും സുഖത്തിന്റെയും ശാന്തിയുടെയും സമ്പത്ത്. ജ്ഞാനിക്കോ ധാരൺ കർമ്മത് ഉദാഹരണ. ജ്ഞാനം ധാരണ ചെയ്തിട്ട് അയവണം. ജ്ഞാനം ധാരണ ചെയ്തിട്ട് അയവണം. ദേഹത്ത് നാടകക്കോ ദേഹ സദാ ഹർഷത്തില്. ഈ ലോകത്ത് നടക്കുന്ന പരിധിയില്ലാത്ത ഈ കളി കണ്ട് സദാ ഹർഷിതമാണ്. ഈ ലോകത്ത് നടക്കുന്ന പരിധിയില്ലാത്ത നാടകം കണ്ട് സദാ ഹർഷിതമായി. प्रभु की लीला और एक ड्रामा कितना विचित्र है, इसका सिमरन कर मजे में रहे. പ്രഭുവിന്റെ ലീലയും ഈ ഡ്രാമയും എത്ര വിചിത്രമാണ്. പ്രഭുവിന്റെ ലീല എന്ന് പറഞ്ഞാൽ പ്രഭുവിന്റെ പാർട്ട്. പ്രഭുവിന്റെ ലീലയും ഈ നാടകവും എത്ര വിചിത്രമാണ്. ഇത് സ്മരിച്ച് ആനന്ദത്തിലേക്ക് ആനന്ദത്തിൽ കഴിയും. ഇത് സ്മരിച്ച് ആനന്ദത്തിൽ. വരദാനം.
पुरुषार्थ के साथ योग के प्रयोग की विधि द्वारा वृत्तियों को परिवर्तन करने वाले सदा विजयी. പുരുഷാർത്ഥത്തിനോടൊപ്പം തന്നെ യോഗത്തിന്റെ പ്രയോഗത്തിന്റെ വിധിയിലൂടെ മനോവൃത്തിയെയും പരിവർത്തനപ്പെടുത്തുന്ന സദാ വിജയായി ഭവിക്കും. पुरुषार्थ धरनी बनाता है, वह भी जरूरी है, लेकिन पुरुषार्थ के साथ साथ योग के प्रयोग से सबकी वृत्तियों को परिवर्तन करो तो सफलता समीप दिखाई दे. പുരുഷാർത്ഥത്തിലൂടെ നിലമൊരുക്കണം. അത് ആവശ്യമാണ്. എന്നാൽ പുരുഷാർത്ഥത്തിനോടൊപ്പം യോഗത്തിന്റെ പ്രയോഗത്തിലൂടെ എല്ലാവരുടെയും മനോവൃത്തിയെ പരിവർത്തനപ്പെടുത്തുമ്പോൾ സഫലത സമീപമായി കാണപ്പെടും. ദൃഢനിശ്ചയത്തിലൂടെയും യോഗത്തിന്റെ പ്രയോഗത്തിലൂടെയും ആരുടെ ബുദ്ധിയെയും പരിവർത്തനപ്പെടുത്താം. സാധിക്കും. സേവനത്തിൽ എപ്പോഴെങ്കിലും ഉലച്ചിലുകൾ ഉണ്ടാകുമ്പോൾ യോഗത്തിന്റെ പ്രയോഗത്തിലൂടെയാണ് അവിടെ വിജയം കിട്ടുന്നത്. അതുകൊണ്ട് പുരുഷാർത്ഥത്തിലൂടെ നിലമൊരുക്കും. എന്നാൽ ബീജം പ്രത്യക്ഷമാകണമെങ്കിൽ യോഗത്തിന്റെ പ്രയോഗം ചെയ്യൂ. അപ്പോൾ വിജയീ ഭവ എന്ന വരദാനം പ്രാപ്തി. അതായത് ബാബ പറയാണ്, നമ്മൾ പുരുഷാർത്ഥം ചെയ്യും, യോഗ ചെയ്യുന്നുണ്ട്, നമ്മൾ സേവ ചെയ്യുന്നുണ്ട്, ക്ലാസ് കൊടുക്കുന്നു, കോഴ്സ് കൊടുക്കുന്നു, പട്ടി വയ്ക്കുന്നു, എല്ലാം ചെയ്യും. അപ്പൊ ബാബ പറയണു, ആ പുരുഷാർത്ഥം ചെയ്ത് നിലമൊരുക്കും, പ്രദർശനി വയ്ക്കുന്നതൊക്കെ ചെയ്യും. പക്ഷെ ബാബ പറയാണ് വിഘ്നങ്ങൾ ഉണ്ടാവും. വിഘ്നങ്ങൾ എപ്പോഴും ഉണ്ട്. അത് ഡ്രാമയിലുണ്ട്. ഡ്രാമയെ ആസ്വദിക്കും. പക്ഷെ നമ്മൾ അതിനെ ആസ്വദിച്ചുകൊണ്ടിരിക്കാനല്ലോ വേണ്ടത്. നമുക്കൊരു ഡ്യൂട്ടി തന്നിരിക്കുന്നത് എന്താണ്? പൂർണ്ണതയിലേക്ക് എത്തണം, ബാബയെ പ്രത്യക്ഷമാകും. അത് ഡ്രാമയ്ക്ക് അകത്ത് നമ്മുടെ ജോലി. അത് കൊണ്ടുവരണമെങ്കിൽ ബാബ പറയണം, വിശേഷമായിട്ടും വ്യക്തികൾക്ക് നേരെ ബാബ പറയണം, യോഗത്തിന്റെ പ്രയോഗം ചെയ്ത് എത്ര നെഗറ്റീവ് എന്ന് തോന്നുന്ന ഒരാളെയും പോസിറ്റീവ് ആകും. അവരുടെ ദൃഢതയിലൂടെയും പ്രയോഗത്തിലൂടെയും സാധിക്കും. സ്ലോഗൻ: സേവാ ദ്വാര പുണ്യക്ക് പൂഞ്ചി ജമ കരണേ വാലേക്ക് പുണ്യ. സേവനത്തിലൂടെ പുണ്യത്തിന്റെ ശേഖരണം ഉണ്ടാക്കുന്നവരാണ് പുണ്യാത്മാക്കൾ. ഇത് ബാബ എന്താ പഠിപ്പിച്ചത്? മധുരമായ കുട്ടികളെ, എന്ത്
സന്തോഷമാണോ തനിക്ക് ലഭിച്ചത് അതെല്ലാവർക്കും കൊടുക്കണം. സുഖവും ശാന്തിയും പങ്കിടുന്ന പണി ചെയ്യണം. ഈ നാടകത്തിൽ ബാബ പറയണം, ബാബയ്ക്ക് ഇത് ഇഷ്ടമായതുകൊണ്ട് കുട്ടികൾക്കും ഇഷ്ടമായി. ഒരു കാര്യത്തിലും കണക്കോ അല്ലെങ്കിൽ നീരസോ ഉണ്ടാകരുത്. ഇത് ദുഃഖസുഖത്തിന്റെ ഒരു നാടകം വളരെ സുന്ദരമായി ഉണ്ടാക്കപ്പെട്ടിരിക്കുകയാണ്. ജയപരാജയത്തിന്റെ ഒരു കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മോശമെന്ന് പറയാൻ പാടില്ല. പകല് നല്ലതാണ്, രാത്രിയും നല്ലതാണ്. ഈ ഡ്രാമയിൽ എന്ത് പാട്ടാണോ കിട്ടിയിരിക്കുന്നത് അത് സന്തോഷത്തോടെ അഭിനയിക്കണം. അവർ വന്നാലും ലഭിക്കും. പരിധിയില്ലാത്ത നാടകത്തിന്റെ നോളജ് സ്മരിച്ചിരിക്കുമ്പോൾ സദാ സന്തോഷം. നമ്മൾ ആലോചിക്കുക, ശിവബാബയുടെ പാട്ട് ആരുടെ കൂടെ? ഒട്ടും അറിയപ്പെടുന്നവരുടെ കൂടെ. ആരും അറിയുന്നുമില്ല. മൗണ്ടബിന് ബാബു വരുന്ന കാര്യം, പഠിപ്പിക്കുന്ന കാര്യം. എന്നാൽ അറിയപ്പെടുന്ന എത്രയോ മഹാത്മാക്കൾ ഇന്ന് ലോകത്ത്, എത്രയോ പണക്കാര്, എത്രയോ വലിയ വലിയ ആൾക്കാർ. ബാബു എന്റെ പാട്ടാകുന്നുണ്ട്, എന്റെ പാട്ട് വെറും സാധാരണക്കാരുടെ. അപ്പോൾ ബാബ അതിന് സന്തോഷിക്കും. അപ്പൊ നമ്മളും ബാബ പറയാണ്, ഡ്രാമയില് നമ്മൾ വളരെ സന്തുഷ്ടമായിരിക്കണം. നമ്മൾ ശ്രമിക്കേണ്ടത് നമുക്ക് ലഭിച്ച പാർട്ട് പൂർണ്ണമാക്കുക എന്നുള്ളതാണ്. അതിൽ നമുക്ക് ഈ സംഗമത്തിൽ ബാബ നമുക്ക് ശ്രീമതം നൽകിയിട്ടുണ്ട്. ആ ശ്രീമതം അനുസരിച്ച് ബാബ പറയാണ്, നമ്മുടെ പാട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക് അളവറ്റ സന്തോഷമുണ്ടാകും. ഈ നാടകത്തിൽ ഒരു രംഗത്തെയോ ഒരു വ്യക്തിയെയോ ഒരു ഒന്നിനെയും നമ്മൾ വിമർശിക്കാൻ പാടില്ല. വിമർശിച്ചാൽ നമുക്ക് തന്നെ അടി കിട്ടും. നാടകത്തെ വിമർശിക്കാൻ അത് പാടില്ല. എന്തുകൊണ്ടെന്നാൽ ഈശ്വരൻ തന്നെ അത് ഇഷ്ടം. അവർ ഭക്തി ചെയ്യുന്നവർ ഭക്തി ചെയ്യട്ടെ. നാനാവിധത്തിലുള്ള ഭക്തി ചെയ്യുന്നുണ്ട്, വിചാര ഭക്തിയുണ്ട്, നാനാവിധത്തിലുള്ള സംഘങ്ങളുണ്ട്. അവർ അതൊക്കെ നടക്കും. നമ്മളതൊന്നും കൂടുതൽ അന്വേഷിക്കാൻ പോകാതെ നമുക്കിപ്പോൾ ബാബയെ കിട്ടി. ബാബ പറയണം, ഇപ്പൊ നമുക്ക് ബാബയുടെ കൂടെയാണ് പാർട്ട്. അതുകൊണ്ട് നമ്മുടെ ഉയർന്ന പാർട്ടാണ്. അത് മനസ്സിലാക്കി നമ്മുടെ പാർട്ട് നന്നാക്കിയെടുക്കുക. പിന്നെ ബാബ പറയാണ്, ലക്ഷ്മീനാരായണ പദ്ധതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അതിന് പിന്നിട്ട് സംഗമത്തിലെ കർമ്മങ്ങൾ അവരത് ഉയർത്തിയെടുത്തത് ബാബയുടെ. അതെല്ലാം നമുക്കിപ്പോൾ മനസ്സിലായി. ദേവരാജ്യത്തിന്റെയും രാപകലിന്റെയും കളി പൂർണ്ണമായും മനസ്സിലാക്കിയത് കൊണ്ട് ബാബ പറയാണ്, നമ്മുടെ പാർട്ട് ഭംഗിയാക്കി നമ്മൾ വളരെ സന്തോഷമായിട്ടിരിക്കണം. സദാ ആനന്ദം തന്നെ ആനന്ദമായിരിക്കണം. അതിനുവേണ്ടി ബാബ ഇങ്ങനെ പറഞ്ഞു, പാട്ട് പാടണം. ബാബ ഒന്നിനെയും ആധാരമാക്കരുത്. പിന്നെ മനോവൃത്തികളെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ യോഗത്തിൽ പ്രയോജനം ചെയ്യണം. അത് നമ്മുടെ പാർട്ടിന്റെ ഭാഗമാണ്, മനസ്സിലാക്കിയിട്ട് ചെയ്യണം. പിന്നെ ശ്ലോകനിൽ എന്താണ് പറഞ്ഞത്? നമ്മുടെ അല്ലെ പുണ്യം സമ്പാദിച്ച് പുണ്യാത്മാവായിട്ട് മാറണം. ഓം ശാന്തി. ഒരുമിച്ച്